അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വ അലാ ആലിഹി വ അസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ഏറെ ആദരണീയരായ രക്ഷിതാക്കളെ, സഹോദരീ സഹോദരന്മാരെ, ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ട ഏറ്റവും വലിയ പേടി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം തനിക്ക് നഷ്ടപ്പെടുമോ എന്നുള്ളതാണ്. നമ്മെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, നമുക്കെല്ലാ അനുഗ്രഹങ്ങളും ചൊരിയുന്ന നമ്മുടെ റബ്ബിനെ നമ്മളേറെ സ്നേഹിക്കണം. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ സ്നേഹം നമുക്ക് ലഭിക്കുകയും വേണം. സത്യത്തിൽ നമ്മളെ അള്ളാഹുവിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ എന്നൊരു പരിശോധന നടത്തേണ്ടതുണ്ട്. നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അയാളെപ്പറ്റി എന്ത് ചെയ്യും? പറയും. നമുക്കൊരാളെ ഇഷ്ടമുണ്ടെങ്കിൽ എപ്പോഴും അയാളുടെ മഹത്വങ്ങൾ നമ്മളിങ്ങനെ എന്ത് ചെയ്യും? പറഞ്ഞുകൊണ്ടേയിരിക്കും. അതുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നയാളെ നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കും. നമ്മുടെ ഊണിലും ഉറക്കിലും എന്ന് പറയുന്ന പോലെ സകല സന്ദർഭങ്ങളിലും ഇഷ്ടമുള്ളവരെ പറ്റിയാണ് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. ഇഷ്ടപ്പെട്ടവരുടെ സംസാരം കേൾക്കാൻ നമുക്കിഷ്ടമായിരിക്കും. നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളുടെ കൂടെ എത്ര മണിക്കൂറുകൾ നമ്മൾ സംസാരിച്ചാലും നമുക്ക് സമയം പോണത് അറിയില്ല. ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ പെട്ടെന്ന് എന്ത് ചെയ്യും? സംസാരം നിർത്തും. ഇഷ്ടമുള്ള ആൾക്ക് ഫോൺ വിളിക്കുകയാണെങ്കിൽ എത്ര സമയവും നമ്മൾ ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ വെക്കട്ടെ എന്ന് വെച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ഫോണ് കട്ട് ചെയ്യും. നമ്മുടെ വീട്ടിലേക്ക് വന്ന അതിഥി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആളാണെങ്കിൽ നമ്മൾ പറയും, നാളെ പോയാൽ പോരെ, 2 ദിവസം അവിടെ നിന്നൂടെ. ഇഷ്ടമില്ലാത്ത ആളാണ് വന്നതെങ്കിൽ ഇറങ്ങിപ്പോയിക്കൂടെ എന്ന് ചോദിക്കാണ്ടാവും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യില്ല? ചോദിക്കൂല. ഇയാളെന്താ പോകാത്തതെന്നാണ് നമ്മൾ എന്ത് ചെയ്യുക? ചിന്തിക്കുക. ഇനി നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ: ഒന്ന് നിസ്കാരവും, 2 ഖുർആൻ പാരായണവും. കാരണം നിസ്കാരം അള്ളാഹുവുമായുള്ള സംഭാഷണമാണ്. ഒരാൾ നിസ്കരിക്കാൻ നിന്നാൽ അള്ളാഹുവുമായിട്ടുള്ള രഹസ്യ സംഭാഷണമാണെന്ത്? നിസ്കാരം. വിശുദ്ധ ഖുർആൻ അള്ളാഹുവിൻ്റെ കലാമാണ്. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറഞ്ഞു, ഞങ്ങൾക്ക് അള്ളാഹുവുമായി സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നിസ്കരിക്കും. അള്ളാഹിൻ്റെ സംസാരം കേൾക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിശുദ്ധ ഖുർആൻ ഓതും, അത് കേൾക്കും. അപ്പോൾ നമ്മൾ റബ്ബിനെ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിസ്കരിക്കാൻ നമുക്കെന്തുണ്ടാവും? ഇഷ്ടമുണ്ടാവും. ഒരു ബാധ്യത പോലെ നിർവഹിച്ചു പോവല്ല. നിസ്കരിക്കാനൊരിഷ്ടം, ഖുർആൻ ഓതാനൊരിഷ്ടം, ഖുർആൻ കേൾക്കാനൊരിഷ്ടം, ദീനിൻ്റെ ക്ലാസ്സുകളിൽ അള്ളാഹിനെ പറ്റി ചർച്ച ചെയ്യുന്ന സദസ്സുകളിൽ വരാനൊരു പ്രത്യേകമായ താല്പര്യം അതുണ്ടാവും. നമ്മളെല്ലാവരേക്കാളും സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും പിന്നെ അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുമാണ്. അള്ളാഹ് പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉക്കും വ അബ്നാഉക്കും വ ഇഖ്വാനുക്കും വ അസ്വാജുക്കും വ അശീറത്തുക്കും വ അംവാലുൻ ഇഖ്തറഫ്തുമൂഹാ വ തിജാറത്തുൻ തഖ്ശൗന കസാദഹാ വ മസാകിനു തർലൗനഹാ. ഒരുപാട് കാര്യങ്ങൾ അള്ളാഹു പറയാണ്. നിങ്ങളുടെ മാതാപിതാക്കളാണോ, നിങ്ങളുടെ
സഹോദരി സഹോദരന്മാരാണോ, നിങ്ങളുടെ ഇണകളാണോ, നിങ്ങളുടെ ബന്ധുമിത്രാദികളാണോ, നിങ്ങൾ കൂട്ടിവച്ചിട്ടുള്ള നിങ്ങളുടെ സമ്പത്താണോ, നഷ്ടം സംഭവിക്കുമെന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടമാണോ, നിങ്ങൾക്ക് സംതൃപ്തകരമായ നിങ്ങളുടെ വീടുകളാണോ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലി, അള്ളാഹുവേക്കാളും അള്ളാഹുവിൻ്റെ റസൂലിനേക്കാളും, വ ജിഹാദിൻ ഫീ സബീലില്ലാ, അള്ളാഹിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ ഫതറബ്ബസൂ, നിങ്ങൾ കരുതിയിരിക്കുക ഹത്താ യഅതി അല്ലാഹു ബി അംരി, അള്ളാഹു തൻ്റെ കൽപ്പന അഥവാ അവൻ്റെ അദാബ് കൊണ്ടുവരുന്നത്, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അധർമ്മകാരികളായ ആളുകളെ അള്ളാഹു നേർമാർഗത്തിലാക്കുകയില്ല. അപ്പോൾ നമ്മുടെ ഭാര്യ ഒരു കാര്യം പറയുന്നു, ദീന് വേറെയാണ് പറയണതെങ്കിൽ നമ്മൾ സ്വീകരിക്കേണ്ടത് ദീൻ്റെ കാര്യമാണ്. ഭർത്താവ് പറയുന്നത് ദീനിനെതിരാണെങ്കിൽ ഭർത്താവിനെല്ലാം അനുസരിക്കേണ്ടത് ദീനിനെയാണ് അനുസരിക്കേണ്ടത്. കാരണം ദീൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നടപടിക്രമമാണ്. നമ്മുടെ കച്ചവടമോ നമ്മുടെ സമ്പത്തോ വീടോ സൗകര്യങ്ങളോ ബന്ധുമിത്രാദികളോ മക്കളോ ആരും തന്നെ അള്ളാഹുവേക്കാളും റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാളും അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ധർമ്മസമരത്തെക്കാളും വലുതായി നമുക്ക് മാറാൻ പാടില്ല. എല്ലാവരെക്കാളും നമുക്കിഷ്ടം നമ്മുടെ റബ്ബിനോടായിരിക്കണം, പിന്നീട് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടായിരിക്കണം. ദീനിനാണ് നമ്മൾ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത്. എന്നാൽ മനുഷ്യന്മാരിൽ ചില ആളുകൾ അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ചിലരെ അള്ളാഹനെ സ്നേഹിക്കുന്ന പോലെ എന്ത് ചെയ്യും? സ്നേഹിക്കും. വമിനന്നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദാ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാ. അള്ളാഹുവിൻ്റെ പടപ്പുകളിൽ ചിലരെ അവരെന്ത് ചെയ്യും? അള്ളാഹിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടും. അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ച ചില ആളുകളുണ്ട്. ഈ സമന്മാരെ ഇവർ അള്ളാഹിനെ സ്നേഹിക്കുന്നത് പോലെ സ്നേഹിക്കും. അള്ളാഹ് പറയുന്നു, എന്നാൽ വല്ലദീന ആമനൂ അശദ്ദു ഹുബ്ബൻ ലില്ലാ, വിശ്വാസികൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് ഏറ്റവും അധികം സ്നേഹമുള്ളത്. സൂറത്തുൽ ബഖറയിലെ 165 ആയത്ത്. നമുക്ക് എന്തെല്ലാം അനുഗ്രഹങ്ങളാണ് റബ്ബ് നൽകിയത്. നമ്മളിങ്ങനെ കടം കൊണ്ട് പ്രയാസപ്പെടുമ്പോൾ ഒരാൾ നമുക്ക് കുറച്ച് പൈസ എന്നിട്ട് പറയാണ്, ഇതാ ഈ പൈസ കൊണ്ട് നിൻ്റെ കടം വീട്ടിക്കോ എന്ന് പറഞ്ഞാൽ നമുക്കെന്തായി? പിന്നെ അയാൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. മാരകമായൊരു രോഗത്തിന് നമ്മൾ അടിമപ്പെട്ട് വളരെ വിദഗ്ധനായൊരു ഡോക്ടറുടെ ചികിത്സ കാരണത്താൽ നമ്മുടെ രോഗം മാറിയാൽ, കാരണം ഡോക്ടർ ഫ്രീ ആയിട്ട് ചികിത്സിച്ചതല്ല, ഡോക്ടർക്ക് നമ്മൾ പൈസ കൊടുത്തിട്ടുണ്ട്, എന്നിട്ടും ആ ഡോക്ടർ അവിടെ ഇടപെട്ടു എന്ന കാരണത്താൽ നമ്മൾ അയാളെന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. എങ്കിൽ നമുക്ക് എന്തെല്ലാം അനുഗ്രഹ റബ്ബ് നൽകിയത്. കാണാൻ കണ്ണ് നൽകി, കേൾക്കാൻ കാത് നൽകി, ചിന്തിക്കുവാൻ ഹൃദയം നൽകി, നടക്കുവാൻ കാലുകളുണ്ട്, പിടിക്കാൻ കൈയുണ്ട്, കുടിക്കാൻ വെള്ളമുണ്ട്, ശ്വസിക്കാൻ ഇവിടെ വായുണ്ട്, ഭൂമി അള്ളാഹു നമുക്ക് സൗകര്യപ്പെടുത്തി തന്ന് ഈ അനുഗ്രഹങ്ങൾ എണ്ണിക്കണക്കാക്കാൻ കഴിയുമോ? എത്ര അനുഗ്രഹ റബ്ബ് നൽകിയത്. നമ്മുടെ ശരീരത്തിലെ ഏതെങ്കിലും അവയവത്തിനൊരു ചെറിയ തകരാറുണ്ടെങ്കിൽ തന്നെ അത് നേരാക്കി എത്ര പൈസ എടുക്കണോ? നിങ്ങളെ പല്ലൊന്ന് പൊട്ടി വിചാരിക്കുക, ബൈക്കുമെന്നോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങി വീണ് പൊട്ടി, പല്ല് പൊട്ടി, ആ പല്ല് നേരാക്കി എത്ര കൊടുക്കണമെന്ന് ആലോചിച്ച് നോക്കി. കിഡ്നിക്ക് എന്തെങ്കിലും പറ്റി അല്ലേ, അതിൻ്റെ ചികിത്സക്ക് നമ്മൾ എത്ര കൊടുക്കണം? അല്ലെ, ഹാർട്ടിനൊരു തകരാറുണ്ട്, ഒരു സർജറി നടത്തണമെങ്കിൽ എത്ര കൊടുക്കണം? അള്ളാഹു നൽകിയ അനുഗ്രഹങ്ങളിൽ വല്ല രോഗമോ മറ്റോ ബാധിക്കും വന്ന് ചികിത്സിക്കാൻ പോലും നമുക്ക് പൈസ തയ്യില്ല. ഒരു ഓക്സിജൻ നമുക്ക് വെച്ചാൽ അതിന് നമ്മൾ എത്ര കൊടുക്കണം? ഈ അവയവങ്ങളുടെയൊക്കെ വില എത്ര നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? നമ്മുടെ കണ്ണ് എത്ര വലിയ അനുഗ്രഹമാണ്. കണ്ണ് മാത്രമല്ല, കണ്ണിന് കാഴ്ചശക്തി റബ്ബി നൽകി. ചെവിയുള്ളതിന് വേണ്ടി മാത്രം കേൾക്കാൻ കഴിയില്ല, കേൾവി ശക്തി എന്ന അനുഗ്രഹമുണ്ട്, അതല്ല നൽകി. നാവുള്ളത് കൊണ്ട് മാത്രം സംസാരിക്കാൻ കഴിയില്ല. ഇപ്പം നാവുള്ള പലരും സംസാരിക്കുന്നില്ല. അവിടെ സംസാരശേഷി, സംസാരിക്കാനുള്ള കുതിറത്ത് ആര് നൽകി? അള്ളാഹു നൽകി. ഇവിടെ നമുക്ക് കുടിക്കാൻ വെള്ളമുണ്ട്, ആ വെള്ളമൊക്കെ മലിനജലമാണെങ്കിൽ നമുക്ക് കുടിക്കാൻ കഴിയില്ല. അത് കുടിക്കാനുള്ള ആരോഗ്യം നമുക്ക് നൽകി. ഭക്ഷണവും വെള്ളമൊക്കെ ഭൂമിയിൽ ലോകത്ത് കുറേ ഉണ്ടായിട്ട് കാര്യമില്ല, അത് വാങ്ങാനുള്ള പൈസ ഉണ്ടായിട്ടും കാര്യമില്ല. അത് കഴിക്കാനുള്ള ആരോഗ്യം നമുക്ക്
വേണം അല്ലേ? ഒരു മുറുക്ക് പോലും വെള്ളം കുടിക്കാൻ കഴിയാത്ത ആൾക്കാരുണ്ട്. ശീല നനച്ചുകൊണ്ട് ഇങ്ങനെ ചുണ്ട് നനച്ചുകൊണ്ട് പ്രയാസപ്പെട്ടത് ഇങ്ങനെ ഇറക്കുന്ന ആളുകളുണ്ട്. ഇതൊക്കെ റബ്ബിൻ്റെ അനുഗ്രഹമാണ്. ഇങ്ങനൊക്കെ അനുഗ്രഹം ചെയ്യുന്ന റബ്ബ് നമ്മൾ വല്ല തിന്മയും ചെയ്താൽ തൗബ ചെയ്യാൻ അള്ളാഹു നമുക്ക് എന്ത് ചെയ്യുന്നു? അവസരം നൽകുന്നു. ഒരു തിന്മ ചെയ്യുമ്പോൾ തന്നെ അള്ളാഹു നമ്മളെ ശിക്ഷിക്കുന്നില്ല. തൗബ ചെയ്യാൻ തരുന്നു അള്ളാഹു താല അവസരം നൽകുന്നു. ഇങ്ങനെയൊക്കെ നമ്മെ സ്നേഹിക്കുന്ന റബ്ബ് ഒരു അമൽ ചെയ്താൽ മിനിമം 10 പ്രതിഫലം അള്ളാഹു തരും. അത്രയും നമ്മോട് കാരുണ്യമുള്ള നമ്മുടെ റബ്ബ്. ആ റബ്ബിനെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മൾ ആലോചിക്കണം. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഒരു വേദന ഉണ്ടെങ്കിൽ ആ വേദന പോലും അള്ളാഹിൻ്റെ കാരുണ്യമാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരാൾക്ക് തലവേദന വന്നു, ആ തലവേദന മാറുന്നില്ല. അയാൾ ടെസ്റ്റ് നടത്തിയപ്പോൾ ഒരു വലിയ രോഗത്തിലേക്കുള്ള തുടക്കമാണെന്ന് അയാൾക്ക് മനസ്സിലായി. ഡോക്ടർ പറഞ്ഞു ഇതിപ്പോൾ അറിഞ്ഞതുകൊണ്ട് പ്രശ്നമില്ല, കുറച്ച് മരുന്ന് കുടിച്ചാൽ എന്ത് ചെയ്യും, ഇത് മാറും. അപ്പോൾ ആ വേദന എന്താണ്? അനുഗ്രഹമാണ്. അതുള്ളതുകൊണ്ടാണല്ലോ നമുക്ക് മനസ്സിലായത്. ചിലപ്പോൾ ഒരു പനി വരും, മാറാത്ത രൂപത്തിലുള്ള ശക്തമായൊരു പനി വരും. അപ്പോഴാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ടെസ്റ്റ് ചെയ്യുമ്പോൾ മനസ്സിലാവും അത് വേറെ രോഗമാണ് എന്ന് മനസ്സിലാവും. അപ്പോൾ ആ പനി നമുക്ക് എന്താണ്? ആ രോഗമുണ്ടെന്നുള്ള അറിയിപ്പാണ്. ഇങ്ങനെ നോക്കിയാൽ അള്ളാഹിൻ്റെ കാരുണ്യവും അനുഗ്രഹമാണ് നമുക്കെല്ലാം. ഇങ്ങനൊക്കെ നമുക്ക് അനുഗ്രഹം ചെയ്യുന്ന റബ്ബിനെ സ്നേഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ സ്നേഹം നമുക്ക് ലഭിക്കുമോ? നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ്. ഇപ്പം ഇന്ന് എല്ലാവരും ജനങ്ങളെ ലൈക്കാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? ഒരു വീഡിയോ പോസ്റ്റ് ചെയ്താൽ എത്ര ആൾക്കാർ ലൈക്ക് അടിച്ചു എന്നാണ് എന്ത് ചെയ്യണത് നോക്കണത്. ഇൻസ്റ്റാഗ്രാമിൽ, ഫേസ്ബുക്കിൽ, യൂട്യൂബിലൊക്കെ കൂടുതൽ ആൾക്കാർ ലൈക്ക് അടിച്ചാൽ അത് സംഭവമായി, അത് വൈറലായി. ആരും ലൈക്ക് അടിച്ചില്ലെങ്കിലോ അത് മോശം എന്നാണ് നമ്മൾ ആൾക്കാർ കണക്കാക്കുന്നത്. എന്നാൽ ലോകത്തുള്ള എല്ലാവരും ലൈക്ക് അടിച്ചിട്ടും കാര്യമില്ല. അള്ളാഹ് എന്ത് ചെയ്യണം? അത് ഇഷ്ടപ്പെടണം. അള്ളാഹ്ക്ക് വെറുപ്പുള്ളൊരു കാര്യം പോസ്റ്റ് ചെയ്യുന്നു, ഒരു വൃത്തികെട്ട കണ്ടൻറ്റ് വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു, ജനങ്ങളൊക്കെ അത് ലൈക്ക് അടിച്ചുകൊണ്ട് അള്ളാഹ് സ്വീകരിക്കൂല. അള്ളാഹ്ക്ക് അതെന്താണ്? വെറുപ്പാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും എൻ്റെ റബ്ബിനത് എന്ത് ചെയ്യണം? ഇഷ്ടപ്പെടണം. ഒരു ക്ലാസ് എടുത്ത് നമ്മൾ പോകുമ്പോൾ ഉഷാറായി ആൾക്കാർ പറയാന്നുള്ളതല്ല, മറിച്ച് അള്ളാഹ്ക്ക് എന്ത് ചെയ്യണോ? ഇഷ്ടമാണ്. നമ്മൾ ഓതുമ്പോൾ നല്ല ഖിറാത്താണ്, ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണം എന്നുള്ളതല്ല, അള്ളാഹ് അതെന്ത് ചെയ്യണോ? കബൂലാക്കണം. ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുമ്പോൾ നല്ല ഉഷാറ് പ്രോഗ്രാമാണെന്ന് ജനങ്ങളുടെ അഭിപ്രായം കിട്ടിയാൽ പോരാ, അള്ളാഹ് എന്ത് ചെയ്യണത്? സ്വീകരിക്കണം. അള്ളാഹ്ക്ക് അത് ഇഷ്ടപ്പെടണം. അതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മനസ്സിലാക്കേണ്ടത്. നമ്മളെ എല്ലാവർക്കും ഇഷ്ടമുണ്ടായിരിക്കും, അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമുണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? പരിശ്രമിക്കേണ്ടത്. കാരണം ഒരാൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടാൽ അതിൻ്റെ ഗുണം എന്താ അറിയോ? നബി പറയാണ്, ഇദാ അഹബ്ബല്ലാഹുൽ അബ്ദ നാദാ ജിബ്രീൽ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ ദാസനെ ഇഷ്ടപ്പെട്ടാൽ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാമിനെ അള്ളാഹ് വിളിക്കും. എന്നിട്ട് പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ, ഇന്നാൽ ഇന്ന വ്യക്തിയെ അള്ളാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് അള്ളാഹ് മലക്കിനോട് പറയും. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ പേര് പറയും. ഇത് പറയും, ഇന്ന സ്ഥലത്തുള്ള ഇന്ന വ്യക്തിയെ അള്ളാഹ്ക്ക് ഇഷ്ടമാണെന്ന് എന്ത് ചെയ്യും? പറയും. ഫയുഹിബ്ബുഹു ജിബ്രീൽ. സ്വാഭാവികമായി അള്ളാഹ് ഇഷ്ടപ്പെട്ട ഒരാൾ ആരും ഇഷ്ടപ്പെടും? ജിബ്രീൽ അലൈഹിസ്സലാം ഇഷ്ടപ്പെടും. ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹ്ബിബുഹു. കാരണം അള്ളാഹ് പറയുന്നുണ്ട് ജിബ്രീൽ അലൈഹിസ്സലാമിനോട്, നീയും അയാളെന്തയ്യേ ഇഷ്ടപ്പെടുക എന്ന്. അങ്ങനെ ഫയുഹിബ്ബുഹു ജിബ്രീൽ, ജിബ്രീൽ അലൈഹിസ്സലാം അയാളെ ഇഷ്ടപ്പെടും. ഫയുനാദി ജിബ്രീലു ഫി അഹ്ലിസ്സമാ. മഹാനായ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്തേക്ക് പോയി വിളിച്ചു പറയും, ഇന്നല്ലാഹ യുഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബൂഹു. മലക്കുകളെ, അള്ളാഹു ഇന്നാലിന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങളും അയാളെന്ത് ചെയ്യുക? ഇഷ്ടപ്പെടുക. ഫയുഹിബ്ബുഹു അഹ്ലുസ്സമാ. അയാളെ ആകാശലോകത്തുള്ളവർ മുഴുവൻ ഇഷ്ടപ്പെടും. സുമ്മ യൂദഉ ലഹുൽ ഖബൂലു ഫിൽ അർള്. പിന്നെ അയാൾക്ക് അല്ലാഹു ഭൂമിയിൽ ഒരു സ്വീകാര്യത നൽകും. സ്വഹീഹുൽ ബുഖാരിയിലെ 3209 ഹദീസാണ്. ഒരു പക്ഷേ എല്ലാവരും കടന്നുറങ്ങുന്ന സമയത്ത് തണുപ്പുകയൊന്നും വകവെക്കാതെ വുദു എടുത്ത് നമ്മൾ രാത്രി നിസ്കരിക്കുന്ന സമയത്തായിരിക്കും അള്ളാഹു എന്ത് പറയുണ്ടാവുക? ഇന്നാലിന്ന അടിമ അള്ളാഹ്ക്ക് ഇഷ്ടമാണ് എന്ന്. രോഗമോ പ്രയാസമോ വകവെക്കാതെ നമ്മളൊരു ദീനി ക്ലാസ്സിന് വേണ്ടി ഒരുങ്ങി പുറപ്പെട്ട് വരുമ്പോഴായിരിക്കാം ഒരു പക്ഷെ നമ്മളെ ഇഷ്ടപ്പെടുന്നു എന്ത് ചെയ്യുക?
അള്ളാഹു പറയുണ്ടാവുക. സാമ്പത്തികമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും അള്ളാഹിൻ്റെ മാർഗത്തിന് നമ്മൾ സ്വതക്ക ചെയ്യാൻ തയ്യാറാകുമ്പോൾ അപ്പോഴായിരിക്കാം ഒരു പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുണ്ടാവുക, ഇന്നാലിന്ന അടിമയെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. നമ്മളെപ്പറ്റി അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരിക്കോ? അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പിന്നെ ഭൂമിയിലൊരു സ്വീകാര്യത അള്ളാഹു എന്ത് ചെയ്യും? നമുക്ക് നൽകുന്ന. എന്നാൽ നേരെ തിരിച്ചുണ്ട്. അള്ളാഹ് ഒരാളെ വെറുത്താൽ മലക്കിനോട് പറയും, ജിബ്രീലിനോട് പറയും, അള്ളാഹ്ക്കിന്ന വ്യക്തിയെ വെറുപ്പാണ്, അതുകൊണ്ട് നീയും അയാളെ വെറുക്കുക. മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ആകാശലോകത്ത് പോയിട്ട് പറയും, മലക്കുകളെ, ഇന്ന വ്യക്തി അള്ളാഹ്ക്ക് വെറുപ്പാണ്, നിങ്ങളും അയാളെ വെറുക്കുക. പിന്നീട് സ്വാഭാവികമായിട്ട് ഭൂമിയിൽ അയാളെ പറ്റിയൊരു വെറുപ്പ് അള്ളാഹു എന്ത് ചെയ്യും? ഉണ്ടാക്കി കൊടുക്കുന്ന. ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, ഒരാൾ തിന്മ ചെയ്യുന്നുണ്ടെങ്കിൽ, ശ്രദ്ധിക്കുക, ഒരാൾ തിന്മകൾ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ, അള്ളാഹ് വെറുത്തൊരു വ്യക്തിയാണെങ്കിൽ, സ്വാഭാവികമായിട്ട് നല്ല മനുഷ്യന്മാർക്ക് അയാളോട് വെറുപ്പുണ്ടാവും. ഇയാളെ എന്തിനാണ് വെറുക്കുന്നവർക്ക് അറിയുണ്ടാവില്ല. പക്ഷെ നല്ല ആൾക്കാർക്ക് എന്ത് ചെയ്യും? അയാളോടൊരു, കാരണം അള്ളാഹ് ഇട്ടെടുത്താണ് മനസ്സിൽ. അള്ളാഹ് മനസ്സിൽ വെറുപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെന്തില്ല, ആ സ്നേഹം കൊടുക്കാൻ ആർക്കും കഴിയില്ല. കാരണം ഹൃദയങ്ങളെ തമ്മിൽ യോജിപ്പിക്കുന്നവനും ഹൃദയങ്ങളെ തമ്മിൽ അകറ്റാൻ കഴിവുള്ളവനും ഒക്കെ ആരാണ്? ആളുകൾക്ക് നമ്മോട് കാരുണ്യവും സ്നേഹവും ഒക്കെ ഉണ്ടാവണമെങ്കിൽ അള്ളാഹ് എന്ത് ചെയ്യണം? തോന്നിക്കണം. ഇപ്പം നമ്മുടെ കടയിൽ വന്നിട്ട് ഒരാൾക്കൊരു സാധനം വാങ്ങണമെന്ന് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണോ? മനസ്സിലായി ഉണ്ടാവണ്ട, ആ തോന്നലുണ്ടാവണ്ടേ? ആ തോന്നിക്കണം. അള്ളാഹു സുബ്ഹാനഹു വ തആല തോന്നിക്കണം. ഒരാളൊരു ജോലിക്ക് വേണ്ടി ഒരു കമ്പനിയിൽ പോയി അപേക്ഷിക്കുമ്പോൾ അയാളെ ജോലിക്ക് എടുക്കണമെന്ന് അവിടുത്തേക്ക് തോന്നണ്ടേ? മനസ്സിനെ നിയന്ത്രിക്കുന്നത് ആരാണ്? അപ്പം അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് നേടേണ്ടത്. ഇനി അള്ളാഹ് ഇഷ്ടപ്പെട്ട ബാക്കി ആരും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നമുക്കൊരു കുഴപ്പമില്ല. കാരണം നമ്മൾ മടങ്ങുന്നത് ആരിലേക്കാണ്? അള്ളാഹുവിങ്കലേക്കാണ്. ആ ഒരു ബോധത്തോടു കൂടിയാണ് നമ്മൾ ജീവിക്കേണ്ടത്. അപ്പം അള്ളാഹിൻ്റെ ഇഷ്ടം കിട്ടുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന് വിശ്വാസവും സൽക്കർമ്മങ്ങളുമാണ്. വിശ്വാസവും അൽ ഈമാൻ വൽ അമാലു സ്വാലിഹാത്ത്, വിശ്വാസവും സൽക്കർമ്മങ്ങളും. അള്ളാഹു പറഞ്ഞു, ഇന്നല്ലദീന ആമനു വഅമിലുസ് സ്വാലിഹാത്ത് സയജഅലു ലഹുമുർ റഹ്മാനു വുദ്ദാ, തീർച്ചയായും വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാരാണോ അവർക്ക് പരമകാരുണ്യകൻ സ്നേഹമുണ്ടാക്കി കൊടുക്കും. അതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ നേരത്തെ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, അയാൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു മാത്രമല്ല മലക്കുകളോടും അയാൾ ഇഷ്ടപ്പെടാൻ വേണ്ടി അള്ളാഹു എന്ത് ചെയ്യും? അറിയിക്കുമെന്ന രൂപത്തിലാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. രണ്ടാമത്തെ കാര്യം, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് ജീവിക്കുക. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹിബ്ബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും വല്ലാഹു ഗഫൂറുർ റഹീം. നബിയെ പറയുക, നിങ്ങൾ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ പിൻപറ്റുക, എങ്കിൽ അള്ളാഹു നിങ്ങളെ സ്നേഹിക്കും, നിങ്ങളുടെ പാപം അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. ഈ ആയത്ത് നമ്മൾ ശ്രദ്ധിക്കണേ. ഒന്നാമത് പറഞ്ഞതാ, നിങ്ങൾ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ എന്ത് ചെയ്യുക? അത് അള്ളാഹിൻ്റെ റസൂലായി എന്നെ നിങ്ങൾ പിൻപറ്റുക, നബിയെ പിൻപറ്റുക. നബിയെ പിൻപറ്റിയാൽ യുഹിബ്ബുകുമുല്ലാ, അള്ളാഹ് നിങ്ങൾ എന്ത് ചെയ്യും? ഇഷ്ടപ്പെടും. എന്ന് മാത്രമല്ല വയഗ്ഫിർ ലക്കും ദുനൂബക്കും, നിങ്ങളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു തരും. അള്ളാഹു ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ ചെയ്യുന്നവനുമാണ്. ഒരു വിഭാഗം ആളുകൾ അവർ വാദിച്ചു, സഅമ ഖൗമുൻ അന്നഹും യുഹിബ്ബൂനല്ലാഹ, ഒരു വിഭാഗം ആളുകൾ അവർ വാദിച്ചു ഞങ്ങൾക്ക് അള്ളാഹനെ ഭയങ്കര ഇഷ്ടമാണെന്ന് അവരെന്ത് ചെയ്തു? വാദിച്ചു. ഫബ്തലാഹുമുല്ലാഹു ബിഹാദിൽ ആയ, അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്ത് കൊണ്ടാണ് അവരെ പരീക്ഷിച്ചത്. അള്ളാഹ് ഞങ്ങൾക്ക് ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഇഷ്ടാവില്ല. പിന്നെന്താ അതിൻ്റെ മാനദണ്ഡം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നുണ്ടോ എന്ന പരീക്ഷണം നടത്തി. പിൻപറ്റിയാൽ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. അങ്ങനെ നബിയെ പിൻപറ്റുന്നവരെ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. ഈ ആയത്തിനെ പറ്റി പണ്ഡിതന്മാർ പറഞ്ഞത് ആയത്തുൽ മിഹ്ന, ആയത്തുൽ മിഹ്ന, പരീക്ഷണത്തിൻ്റെ ആയത്താണ്. അഥവാ അള്ളാഹിനെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യാനുള്ള ആയത്താണിത്.
നബിനെ പിൻപറ്റുന്നു നോക്കിയാൽ മതി. അപ്പോൾ അള്ളാഹിനെ സ്നേഹിക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ നബിയെ പിൻപറ്റുന്നവരെ അള്ളാഹു സുബ്ഹാനഹു വ തആല സ്നേഹിക്കുന്നു. മൂന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗബ ചെയ്യുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീൻ. അള്ളാഹു സുബ്ഹാനഹു വ തആല തൗബ ചെയ്യുന്നവരെ എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. നബി പറഞ്ഞെന്താ അറിയോ, അത്തായിബു മിനദ്ദംബി കമൻ ലാ ദംബ ലഹു. പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങുന്ന ആൾ പാപം ചെയ്യാത്തവനെ പോലെയാണ്. നമ്മൾ തൗബ ചെയ്താൽ ചിലപ്പോൾ ആൾക്കാർ വിടൂല അല്ലേ, എന്നാലും പണ്ടവൻ അങ്ങനെയെന്നൊക്കെ എന്ത് ചെയ്യും, പറയും. പക്ഷെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഒരാൾ പാപത്തിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയാൽ അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ്. നമുക്കറിയാലോ, ഒരാൾ 99 ആൾക്കാരെ കൊന്നു, എന്നിട്ടൊരു ആബിദിൻ്റെ അടുക്കലേക്ക് പോയി. ആബിദ് എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ഇബാദത്തൊക്കെ ഇരിക്കുന്ന ഒരാളടുത്ത് പോയി. എന്നിട്ട് ചോദിച്ചു, എനിക്ക് തൗബ ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ എന്ത് ചെയ്തു, അയാൾ പറഞ്ഞു എനിക്ക് തൗബ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം എന്ത് ചെയ്തു, നബി പറയാം ഫക്കമ്മല മിഅ, അയാളെയും കൊന്ന് 100 തികച്ചു. പിന്നീട് ഒരു ആലിമിൻ്റെ അടുക്കലേക്ക് പോയി, എനിക്ക് തൗബയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അയാൾ ചോദിച്ചത്, നിനക്കും നിൻ്റെ തൗബക്കും ഇടയിൽ ആർക്കാണ് മറയിടാൻ സാധിക്കുക, തൗബ ഉണ്ടെന്ന് അറിയിച്ചു. പിന്നെ അയാൾ തൗബ ചെയ്ത് നിന്നാണ്ട്. ഒരാളെ കൊന്ന ആളെന്നെ എത്ര വലിയ ക്രൂരനായിരിക്കും അല്ലേ. 100 ആളെ കൊന്ന ആൾക്ക് പോലും അള്ളാഹു തൗബ നൽകിയിട്ടുണ്ടെങ്കിൽ, പശ്ചാത്താപം സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ. എല്ലാ മനുഷ്യ സന്തതികളും തെറ്റ് ചെയ്യുന്നവരാണ്. ഖൈറുൽ ഹത്താഈന അത്തവ്വാബൂൻ. ആ തെറ്റ് ചെയ്യുന്നവരിൽ ഏറ്റവും ഉത്തമരാരാണ്, തൗബ ചെയ്ത് മടങ്ങുന്ന ആളുകളാണ് എന്നാണ്. അപ്പം തൗബ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. കാരണം ഒരു അടിമ കരഞ്ഞുകൊണ്ട് അള്ളാഹുവിങ്കിലേക്ക് ഖേദിച്ചു മടങ്ങുകയാണ്. ഞാനിനി ആ തെറ്റിലേക്ക് പോവുകയില്ലെന്ന് തീരുമാനിക്കുകയാണ്. ആ ചെയ്ത തെറ്റിന് വല്ലാത്ത ഖേദം പ്രകടിപ്പിക്കുകയാണ്. അതിൽ നിന്ന് സമ്പൂർണ്ണമായ വിട്ടുനിൽക്കുകയാണ്. ഇങ്ങനെ തൗബ ചെയ്യുന്നവർ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഇന്നല്ലാഹ യുഹിബ്ബുത് തവ്വാബീന വയുഹിബ്ബുൽ മുതതഹിരീൻ. ശുദ്ധി പാലിക്കുന്നവരെയും അള്ളാഹു എന്ത് ചെയ്യുന്നു, ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബഖറയിലെ 222 ആയത്താണ്. എത്രമാത്രം വൃത്തിക്ക് പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഇസ്ലാം. നമ്മൾ ആലോചിച്ച് നോക്കുക. പല്ല് തേക്കണതിൻ്റെ പ്രാധാന്യം പറയുന്ന ഹദീസുകൾ, നിസ്കാരത്തിന് ചെറിയ ശുദ്ധിയിൽ നിന്നും വലിയ ശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവാതെ നിസ്കാരം ശരിയാവുകയില്ല. അതുപോലെ തന്നെ നഖം മുറിക്കുന്നതിനെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഓരോ രംഗത്തുമുള്ള നിർദ്ദേശങ്ങൾ, വീടും പള്ളിയും പരിസരവും ഒക്കെ വൃത്തിയാക്കുന്നതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ. അതുപോലെ തന്നെ വുളു ചെയ്യുമ്പോഴൊക്കെ കൃത്യമായി എല്ലാ ഭാഗവും എന്ത് ചെയ്യണോ അല്ലേ. നെരിയാണിയുടെ ഭാഗം നനയാത്ത ആളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താക്കീത് നൽകിയത്. എൻ്റെ ഉമ്മത്തിന് പ്രയാസമാകുമായിരുന്നില്ലെങ്കിൽ 5 നേരം വുളുവിൻ്റെ അല്ലെങ്കിൽ നമസ്കാരത്തിൻ്റെ സമയത്ത് പല്ല് തേക്കാൻ അവർക്ക് നിർബന്ധമാക്കുമെന്ന് പറഞ്ഞ വിഷയം. ഇങ്ങനെ വൃത്തിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ ഇസ്ലാമിലുണ്ട്. ഫിഖ് ഗ്രന്ഥങ്ങളിലെ 1-ാമത്തെ അധ്യായം തന്നെ വൃത്തിയാണ്. ശ്രദ്ധിക്കുക, ത്വഹാറത്താണ്, ശുദ്ധീകരണമാണ് പറയുന്നത്. അവിടെ വ്യത്യസ്ത വെള്ളങ്ങളെ പറ്റി പറയുന്നുണ്ട്. ഇനി വെള്ളം കിട്ടാഞ്ഞാൽ എന്താ ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട്. ഇങ്ങനെ ഓരോ രംഗത്തുമുള്ള നിർദ്ദേശങ്ങളുണ്ട്. അപ്പോൾ ഒന്ന് തൗബ എന്ന് പറഞ്ഞാൽ ആന്തരികമായ ശുദ്ധിയാണ്. അതുപോലെ തന്നെ ബാഹ്യമായി വൃത്തിയും വെടിപ്പും അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമാണ്. സുഗന്ധം അള്ളാഹുവിന് ഇഷ്ടമാണ്. എന്നാൽ സ്ത്രീകൾ പുറത്തിറങ്ങുമ്പോൾ എന്ത് പാടില്ല, സുഗന്ധം പൂശാൻ പാടില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്. ഈ മലക്കുകൾക്കും ഇഷ്ടമാണെന്ത്, സുഗന്ധം. ഈ ദുർഗന്ധവും വൃത്തികേടും മാലിന്യങ്ങളും ഒക്കെ ശൈത്താനും അവൻ്റെ അനുയായികൾക്ക് ഇഷ്ടമാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, മനസ്സിലാക്കാൻ കഴിയും. അപ്പം നല്ല വൃത്തിയും വെടിപ്പും ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയാണ്. വല്ലാഹു യുഹിബ്ബുൽ മുത്തഹിരീൻ. ശുദ്ധി പാലിക്കുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തു തൗബയിലെ 108-ാമത്തെ ആയത്തിലും നമുക്ക് കാണാൻ കഴിയും. 5-ാമത്തെ വിഷയം അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പോരാടുക എന്നുള്ളതാണ്. ഇന്നല്ലാഹ യുഹിബ്ബുൽ ലദീന യുഖാതിലൂന ഫീ സബീലിഹി സഫൻ കഅന്നഹും ബുനിയാനുൻ മർസൂസ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അണിയണിയായി നിന്നുകൊണ്ട് ഒരു കെട്ടിടത്തെപ്പോലെ, ഒരു പരസ്പരം ചേർന്ന് നിൽക്കുന്ന ഒരു കെട്ടിടത്തെപ്പോലെ
അള്ളാഹിൻ്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യുന്ന പോരടിക്കുന്നവർ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നു. നമുക്കിന്നിപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു സാഹചര്യമില്ല. യുദ്ധത്തിൻ്റെ സാഹചര്യം ഉണ്ടെങ്കിൽ എന്തുള്ളൂ? യുദ്ധമുള്ളൂ. സ്ത്രീകൾക്ക് അങ്ങനെ യുദ്ധത്തിൽ പങ്കെടുക്കൽ ഇസ്ലാമിലില്ല. നിങ്ങൾക്ക് ആ വിഷയത്തിൽ എന്തുണ്ട്? ഇളവുണ്ട്. ഒരിക്കൽ ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണേ നബിയോട്, ഞങ്ങൾക്ക് ജിഹാദില്ലേ? അപ്പോൾ നബി പറഞ്ഞത്, നിങ്ങളുടെ ജിഹാദ് എന്താണ്? ഹജ്ജാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട്. ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അള്ളാഹിൻ്റെ മാർഗത്തിൽ അണിയണിയായി ഒരുമിച്ച് നിന്ന് പോരടിക്കുക എന്നുള്ളത് അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യമാണ്. അവരല്ലാഹു പ്രത്യേകമായിട്ട് എന്ത് ചെയ്യുന്നു? സ്നേഹിക്കുന്നു. കാരണം ഒരാൾ യുദ്ധത്തിന് പോകുക എന്ന് പറഞ്ഞാൽ നമ്മൾ ആലോചിച്ച് നോക്കുക, അയാൾ മടങ്ങി വരുമെന്ന് ഉറപ്പില്ല, മടങ്ങി വരുമെന്ന് ഉറപ്പില്ല. ചില സ്വഹാബിമാരൊക്കെ യുദ്ധത്തിന് വേണ്ടി പോകുമ്പോൾ അവർ പറയല് ഷഹീദാൻ വേണ്ടി പ്രാർത്ഥിക്കണേ എന്നാണ്. എന്താ പറയുക? നമ്മളാണ് എന്താ പറയുക? ഒന്നും തട്ടാതിരിക്കാൻ പ്രാർത്ഥിക്കണം, ഒരു മുറി പോലും ആവരുതേ എന്നാണ് എന്ത് ചെയ്യുക? പ്രാർത്ഥിക്കുക. പക്ഷെ അവർ പറഞ്ഞെന്താ? ഷഹീദാവാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണേ? പ്രാർത്ഥിക്കണമെന്ന്. കാരണം അവർ ദുനിയാവിനേക്കാൾ അവർ മനസ്സിലാക്കിയത്, പ്രാധാന്യം നൽകിയത് പരലോകത്തിനാണ്. ആറാമത്തെ കാര്യം, നന്മ ചെയ്യുക. ഇഹ്സാൻ. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഹ്സിനീൻ. സുഹൃതം ചെയ്യുന്നവർ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ ബഖറയിലെ 195 ആയത്ത്, സൂറത്തുൽ മാഇദയിലെ 13 ആയത്ത്, വല്ലാഹു യുഹിബ്ബുൽ മുഹ്സിനീൻ. അള്ളാഹു സുഹൃതം ചെയ്യുന്നവർ ഇഷ്ടപ്പെടുന്നു. സൂറത്തു ആല ഇമ്രാനിൻ്റെ 134 ആയത്ത്, സൂറത്തു ആല ഇമ്രാനിലെ 148 ആയത്ത്, സൂറത്തുൽ മാഇദയിലെ 93 ആയത്ത്. ഇഹ്സാൻ രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് അള്ളാഹുവിനോടുള്ള ഇഹ്സാൻ, രണ്ട് അള്ളാഹിൻ്റെ അടിമകളോടുള്ള ഇഹ്സാൻ. എന്താ ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ? അൻ തഅബുദല്ലാഹ കഅന്നക തറാഹു ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക. നീ അള്ളാഹിനെ ആരാധിക്കലാണ്, നീ അവനെ കാണുന്നത് പോലെ. എന്നാൽ നീ അവനെ കാണുന്നില്ലെങ്കിലും അള്ളാഹ് നിന്നതേയുണ്ട്, കാണുന്നുണ്ട്. അല്ലദീ യറാക ഹീന തഖൂം. നീ നിസ്കരിക്കുമ്പോൾ അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ജീവിതത്തിൻ്റെ എല്ലാ സമയത്തും റബ്ബ് നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ അള്ളാഹിനെ മുമ്പിൽ കാണുന്നത് പോലെ ആരാധിക്കുക. പക്ഷേ അള്ളാഹ് നമ്മൾ കാണുന്നില്ല. പക്ഷേ നമ്മുടെ എല്ലാ പ്രവർത്തനവും ആര് കാണുന്നുണ്ട്? അള്ളാഹ് കാണുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി നിർവഹിക്കുക. അതാണ് ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ. അങ്ങനെ അള്ളാഹുവിനെ കാണണമെന്ന ഉദ്ദേശത്തോടു കൂടി, അള്ളാഹ് എന്നെ കാണുമെന്ന പ്രതീക്ഷയോടുകൂടി ഇബാദത്ത് ചെയ്യുന്നവർക്കുള്ള ഗുണം എന്താണ്? ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലൽ ഇഹ്സാൻ. നന്മ ചെയ്യുന്നവർക്ക് നന്മയല്ലാതെ വല്ല പ്രതിഫലവും ഉണ്ടോ? അതിൻ്റെ വ്യാഖ്യാനത്തിൽ കാണാം, അള്ളാഹിനെ കാണണമെന്ന് ഉദ്ദേശിച്ച്, അള്ളാഹ് എന്നെ കാണുമെന്ന് പ്രതീക്ഷിച്ച് ആ രൂപത്തിൽ അമൽ ചെയ്യുന്നവർക്ക് പരലോകത്ത് എന്ത് ചെയ്യാം? അള്ളാഹിനെ കാണാം. വുജൂഹു യൗമഇദിൻ നാദിറ ഇലാ റബ്ബിഹാ നാദിറ. അല്ലേ? ചില മുഖങ്ങൾ അന്ന് വെളുത്ത് പ്രക്ഷോഭിതമായിരിക്കും, റബ്ബിനെ നോക്കിക്കൊണ്ടായിരിക്കുമെന്നാണ് പറഞ്ഞത്. നബി പറയുന്നുണ്ട്, ഇന്നക്കും സതറൗന റബ്ബക്കും കമാ തറൗന ഹാദൽ ഖമർ. മേഘങ്ങളില്ലാത്ത രാത്രിയിൽ പൂർണ്ണചന്ദ്രനെ നിങ്ങൾ കാണുന്നത് പോലെ നിങ്ങൾക്ക് നിങ്ങളുടെ റബ്ബിനെ അത്രയും വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയും? കാണാൻ കഴിയും എന്ന് പറയുന്നുണ്ട്. ലില്ലദീന അഹ്സനുൽ ഹുസ്ന വസിയാദ. ഇഹ്സാൻ ചെയ്യുന്നവർക്ക്, നന്മകൾ ചെയ്യുന്നവർക്കുണ്ട് അൽ ഹുസ്ന എന്ന് പറഞ്ഞാൽ അൽ ജന്ന. ഏറ്റവും നല്ലത് എന്താണ്? സ്വർഗമാണ്. വസിയാദ, അധികവുമുണ്ട്. അതെന്താണ് അധികം? അന്നളുറു ഇലാ വജ്ഹില്ലാഹിൽ കരീം ഫിൽ ജന്ന. സ്വർഗത്തിൽ വെച്ച് അള്ളാഹിനെ കാണാൻ എന്ത് ചെയ്യും? അവർക്ക് കഴിയും. അള്ളാഹിനെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതുവരെ അനുഭവിച്ച അനുഗ്രഹങ്ങളൊന്നും ഒന്നുമല്ല എന്ന് അവർക്ക് തോന്നും. അത്രയും വലിയ നിഅമത്താണെന്ത്? അള്ളാഹിനെ കാണാൻ. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വിശ്വാസികൾക്ക് സ്വർഗത്തിൽ വെച്ച് അള്ളാഹിനെ കാണാൻ കഴിയും. ദുനിയാവിൽ വെച്ച് ആർക്കും അള്ളാഹിനെ എന്ത് ചെയ്യാൻ കഴിയില്ല? കാണാൻ സാധ്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പോലും അള്ളാഹുവിനെ കണ്ടിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നന്മ ചെയ്യുക എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനോട് ഇഹ്സാൻ ചെയ്യുക. അതുപോലെ തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുക. വബിൽ വാലിദൈനി ഇഹ്സാന. ജനങ്ങളോട് നന്മ ചെയ്യുക. വഖൂലു ലിന്നാസി ഹുസ്ന. നിങ്ങൾ ജനങ്ങളോട് എന്ത് ചെയ്യുക? നല്ല നിലക്ക് സംസാരിക്കുക, നല്ല വാക്കുകൾ ഇഹ്സാനോട് കൂടി സംസാരിക്കുക. വഅഹ്സിൻ കമാ അഹ്സനല്ലാഹു ഇലൈക്. ഖാറൂൻ എന്ന് പറയുന്ന മുതലാളി, ധിക്കാരിയായ മുതലാളിയാണ് അയാൾ. അയാളോട് ജനങ്ങൾ പറഞ്ഞതാണ് എന്ത്? നിനക്ക് അല്ലാഹു നന്മ ചെയ്തതുപോലെ നീ ജനങ്ങളോട് എന്ത് ചെയ്യുക? നന്മ ചെയ്യുക.
ഹൽ ജസാ ഉൽ ഇഹ്സാൻ ഇല്ലൽ ഇഹ്സാൻ എന്നതിൻ്റെ വ്യാഖ്യാനത്തിൽ ചില പണ്ഡിതന്മാരൊക്കെ പറഞ്ഞത്, മാതാപിതാക്കളോട് നന്മ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അവരുടെ മക്കൾ എന്ത് ചെയ്യും, അവരോടും നന്മ ചെയ്യും. അതിന് രണ്ട് കാരണങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, പ്രായമായ ഉമ്മയോടും ഉപ്പയോടും നമ്മൾ പെരുമാറുന്ന പെരുമാറ്റം നമ്മുടെ മക്കൾ എന്ത് ചെയ്യുന്നുണ്ട്, കാണുന്നുണ്ട്. അങ്ങനെ ഇനി അവർ കണ്ടില്ലെങ്കിലും അറബിയിലൊരു ചൊല്ലുണ്ട്, അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, ചെയ്തതിന് തുല്യമായിട്ട് എന്ത് ചെയ്യും, നമുക്ക് തിരിച്ചു കിട്ടും. നമ്മൾ ആലോചിക്കുക, ഇർഹമു മൻഫിൽ അർളി യർഹമുക്കും മൻഫിസ് സമാ, ഭൂമിയിലുള്ളവരോട് നിങ്ങൾ കരുണ കാണിക്കുക എങ്കിൽ ഉപരിയിലുള്ളവനായ അള്ളാഹു നിങ്ങളോട് എന്ത് ചെയ്യും. ഒരു ജീവിയോട്, ഒരു ദാഹിച്ചവശനായ നായയോട്, അല്ലെങ്കിൽ ഒരു പൂച്ചയോട്, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ജീവിയോട് നമ്മൾ കാരുണ്യം കാണിച്ചാൽ പോലും അള്ളാഹ് നമുക്ക് എന്ത് ചെയ്യും, കരുണ ചെയ്യുമെങ്കിൽ നമ്മൾ ഈ ലോകത്ത് ജനിക്കാൻ അള്ളാഹു സബബാക്കി നിശ്ചയിച്ച നമ്മുടെ മാതാപിതാക്കൾ, അവരോട് നമ്മൾ കരുണ ചെയ്താൽ, കാരുണ്യം കാണിച്ചാൽ റബ്ബിൻ്റെ കാരുണ്യം നമുക്ക് കിട്ടുന്നില്ല എന്ന് സംശയമുണ്ടോ? അവരെ ധിക്കരിച്ചാൽ, അവരോട് മോശമായി പെരുമാറിയാൽ റബ്ബിൻ്റെ കോപവും നമുക്ക് വരുമെന്നുള്ളതാണ്. അപ്പോൾ ജനങ്ങളോട് നന്മ ചെയ്യുക എന്നുള്ളതാണ് ആറാമത്തത്. 7, 8, 9, 10 ഈ 4 കാര്യങ്ങൾ ഏതൊക്കെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു തആല പറഞ്ഞിരിക്കുന്നു. അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ ഹദീസിന് എന്താ പറയുക? ഖുദ്സിയായ ഹദീസ്. ഖുദ്സിയായ, ഇപ്പോൾ ചിലർക്കൊക്കെ സംശയം ഉണ്ടാവും, അപ്പോൾ ഖുർആന് ഖുദ്സിയായ ഹദീസ് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, പല വ്യത്യാസങ്ങളിൽ ഒന്നെന്താണെന്ന് വെച്ചാൽ, ഖുർആൻ അള്ളാഹിൻ്റെ കലാമാണ്. ഖുദ്സിയായ ഹദീസ് എന്ന് പറഞ്ഞാൽ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് നബി എന്ത് ചെയ്താണ്, ആ പറഞ്ഞ കാര്യം നമ്മെ അറിയിച്ചതാണ്. ഖുർആൻ നിസ്കാരത്തിൽ ഓത, ഖുദ്സിയായ ഹദീസ് എന്ത് ചെയ്യാൻ പറ്റില്ല? ഫാത്തിഹ കഴിഞ്ഞൊരു ഖുദ്സിയായ ഹദീസ് ഉദ്ധരിക്കാൻ പറ്റുമോ? പറ്റുകയില്ല. എന്നാൽ ഹദീസുകളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനമുള്ള ഹദീസാണിത്, ഖുദ്സിയായ ഹദീസ്. അള്ളാഹ് പറഞ്ഞിരിക്കുന്നു, വജബത് മഹബ്ബതി ലിൽ മുതഹാബ്ബീന ഫിയ, എൻ്റെ മഹബ്ബത്ത്, എൻ്റെ സ്നേഹം നിർബന്ധമാണ് ആർക്ക്? ലിൽ മുതഹാബ്ബീന ഫിയ, എൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്ന ആളുകൾക്ക്. ഭൗതികമായി എന്തെങ്കിലും നേട്ടം കിട്ടാൻ വേണ്ടി സ്നേഹിക്കല്ല, അള്ളാഹിൻ്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾക്ക്. നമ്മുടെ ഒരു സഹോദരൻ ഏതെങ്കിലും ഒരു നാട്ടിൽ മരിച്ചു എന്നറിയുമ്പോൾ, അല്ലെങ്കിൽ രോഗിയായി എന്നറിയുമ്പോൾ, ആദർശ ബന്ധത്തിൻ്റെ പേരിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സന്ദർശിക്കുന്നുവെങ്കിൽ, സ്നേഹിക്കുന്നുവെങ്കിൽ അത് അള്ളാഹിൻ്റെ സ്നേഹം കിട്ടാനുള്ള കാരണമാണ്. വൽ മുതജാലിസീന ഫിയ, എൻ്റെ മാർഗത്തിൽ പരസ്പരം കൂടിയിരിക്കുന്ന ആളുകൾ. ഇപ്പോൾ നമ്മളിവിടെ വന്നിരുന്നത് വീട്ടിലേതെങ്കിലും ആളുകൾ കല്യാണത്തിന് വിളിച്ചതുപോലെ വിളിച്ചുകൊണ്ട് വന്നതല്ല, അങ്ങനെ ഒരു കുടുംബസംഗമത്തിന് വേണ്ടി വന്നതല്ല, ദീനിന് വേണ്ടി നമ്മൾ വന്നതാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. പരസ്പരം മീറ്റിങ്ങിന് ഇരിക്കുക, ദീനിൻ്റെ സദസ്സിൽ വന്നിരിക്കുക, അതൊക്കെ അള്ളാഹിൻ്റെ മഹബത്ത് കിട്ടാൻ കാരണമാണ്. ഷെയ്ഖ് സ്വാലിഹ് അൽ ഉസൈമീൻ റഹിമഹുല്ല മഹാനായ പണ്ഡിതനാണ്. അദ്ദേഹത്തിൻ്റെ സദസ്സിലൊരു വൃദ്ധനായ ആളിങ്ങനെ വന്നിരിക്കുന്നു. വൃദ്ധനായ ആളെന്ത് ചെയ്യും, കണ്ടാൽ തന്നെ നല്ല പ്രായം തോന്നുന്ന ഒരാൾ. അപ്പോൾ ചോദിക്കുക, ഞാൻ പറഞ്ഞതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? ഞാൻ ചോദിക്കാണ്ടിരിക്കുക, ഞാൻ പറഞ്ഞതൊക്കെ. അപ്പോൾ അയാൾ പറഞ്ഞു, നിങ്ങൾ പറഞ്ഞൊന്നും എനിക്ക് മനസ്സിലാവുന്നൊന്നുമില്ല, പക്ഷേ ഈ സദസ്സിലിരുന്നാൽ അതിന് കൂലി ഉണ്ടല്ലോ, പ്രത്യേകമായ റഹ്മത്ത് കിട്ടുമല്ലോ എന്ന് മനസ്സിലാക്കിയാണ് ഞാൻ എന്താണ് ഇവിടെ ഇരിക്കുന്നതെന്ന്. അപ്പം നീയത്ത് ശരിയാക്കിയാൽ ഇനിയിപ്പോൾ നമുക്ക് ക്ലാസ്സിൽ നിന്നൊന്നും മനസ്സിലായില്ലെങ്കിൽ പോലും നമുക്ക് എന്തുണ്ട്, പ്രതിഫലമുണ്ട്. നീയത്ത് മോശമായിട്ട് ഇനി ഫുള്ള് മനസ്സിലാക്കിയിട്ടും കാര്യമില്ല, അള്ളാഹു എന്തില്ല, പ്രതിഫലം നൽകുകയില്ല. അള്ളാഹു നമുക്ക് കാത്തുരക്ഷിക്കുമാറാവട്ടെ. അപ്പോൾ പരസ്പരം കൂടിയിരിക്കുന്ന ആളുകൾ. വൽ മുതസാവിരീന ഫിയ, പരസ്പരം സന്ദർശിക്കുന്ന ആളുകൾ, ദീനിൻ്റെ പേരിൽ, അള്ളാഹിൻ്റെ പേരിൽ പരസ്പരം സന്ദർശിക്കുന്ന ആളുകൾ. വൽ മുതബാദിലീന ഫിയ, ദീനിൻ്റെ പേരിൽ പരസ്പരം ചെലവഴിക്കുന്ന ആളുകൾ. ഇവർക്കൊക്കെ അള്ളാഹുവിൻ്റെ മഹബ്ബത്ത് ലഭിക്കുമെന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ അറിയിക്കുന്നുണ്ട്. 8ാമത്തെ കാര്യം, നിർബന്ധമായ കാര്യങ്ങളും അതോടൊപ്പം ഐച്ഛികമായ കാര്യങ്ങൾ കൂടി ചെയ്യുമ്പോൾ അള്ളാഹ്ക്ക് നമ്മളെ കൂടുതൽ ഇഷ്ടമാവും. നിർബന്ധമായ കാര്യങ്ങൾക്കാണോ കൂടുതൽ പ്രതിഫലമുള്ളത്, അല്ല സുന്നത്തായ കാര്യങ്ങൾക്കാണോ കൂടുതൽ പ്രതിഫലമുള്ളത്? നിങ്ങൾ പറയും. നിർബന്ധമായ കാര്യങ്ങൾക്കാണ് ഏറ്റവും അധികം പ്രതിഫലമുള്ളത്. സക്കാത്ത് നൽകുക എന്നതാണ് ഐച്ഛികമായ സ്വതക്കയേക്കാൾ കൂടുതൽ പ്രതിഫലമുള്ള കാര്യം. സുബ്ഹ് നമസ്കാരത്തിന് മുമ്പുള്ള 2 റക്അത്തിനെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ദുനിയാവിലെ മുഴുവൻ സ്വത്തും ലഭിക്കുന്നതിനേക്കാൾ
ഉത്തമമാണെന്നാണ്. എന്നാൽ അതിനേക്കാൾ ശ്രേഷ്ഠത ഉണ്ട് എന്ത്? ഫർലായ ഒരു ഹദീസിൽ കാണാം, ഫർലായ നമസ്കാരങ്ങൾക്ക് ശേഷം ഏറ്റവും നല്ല നമസ്കാരം എന്ന് പറയുന്നത് രാത്രി നമസ്കാരമാകുന്നു. അപ്പം നമുക്ക് മനസ്സിലാക്കാം, ഒരാൾ രാത്രി സ്കരിക്കുന്നതിനേക്കാളും പ്രതിഫലം കിട്ടും ളുഹർ സ്കരിച്ചാൽ. മനസ്സിലാവുണ്ടോ? അപ്പം ഫർലായ കാര്യങ്ങൾക്കാണ് കൂടുതൽ പ്രതിഫലമുള്ളത്. എന്നാൽ ഫർള് എല്ലാവരും ചെയ്യുമല്ലോ. പൊതുവെ എല്ലാ മുസ്ലിങ്ങളും എന്ത് ചെയ്യും? ഒരു ആവറേജ് ഈമാനുള്ള ആൾക്കാരൊക്കെ എന്ത് ചെയ്യും? ഫർളായ കാര്യങ്ങൾ, ഫർളായ നോമ്പ് നിസ്കാരമൊക്കെ കൃത്യമായി നിർവഹിക്കുമല്ലോ. പക്ഷെ മറ്റുള്ളവരുടെ മുമ്പിലെത്താൻ നമ്മൾ എന്ത് ചെയ്യണം? സുന്നത്തും കൂടി നമ്മൾ ഇതല്ല മറ്റുള്ളവരുടെ മുമ്പിലെത്താൻ കഴിയുള്ളൂ. അതാ പറഞ്ഞത്, ഇന്നല്ലാഹ ഖാല, അള്ളാഹു പറയുന്നു, മൻ ആദലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. എൻ്റെ വലിയനോട്, അള്ളാഹിൻ്റെ മിത്രത്തിനോട് ആരെങ്കിലും ശത്രുത കാണിച്ചാൽ അവരോട് അള്ളാഹു എന്ത് ചെയ്യും? യുദ്ധം പ്രഖ്യാപിക്കും. വമാ തഖറബ ഇലയ്യ അബ്ദി ബിശൈഇൻ അഹബ്ബ ഇലയ്യ മിമ്മ ഇഫ്തറൽതു അലൈഹി. ഞാൻ ഫർലാക്കിയ കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് എൻ്റെ അടിമ എന്നിലേക്ക് ഏറ്റവും അധികം അടുക്കുന്നത്. വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി ഹത്താ ഉഹിബ്ബുഹു. ഈ ഫർളിന് ശേഷം നവാഫിലുകൾ, ഐച്ഛികമായ കാര്യങ്ങൾ, റവാത്തിബ് സുന്നത്തുകൾ, സുന്നത്ത് നോമ്പുകൾ, റവാത്തിബ്, അതുപോലെ തന്നെ മറ്റു ഐച്ഛികമായ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഞാൻ അവനെന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. ഫഇദാ അഹ്ബബ്തുഹു, അങ്ങനെ ഞാൻ എൻ്റെ അടിമയെ ഇഷ്ടപ്പെട്ടാൽ കുൻതു സംഅഹു അല്ലദീ യസ്മഉ ബിഹി, അവൻ കേൾക്കുന്ന കാത് ഞാനായി തീരും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കണ്ണ് ഞാനായി തീരും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനായി തീരും. വരിജിലഹു അല്ലതീ യംശീ ബിഹാ, അവൻ നടക്കുന്ന കാലുകൾ ഞാനായി തീരും. വഇൻ സഅലനി ലഉഅതിയന്നഹു, അവൻ എന്നോട് ചോദിച്ചാൽ ഞാൻ അവന് നൽകും. വലഇൻ ഇസ്തആദനി ലഉഈദന്നഹു, അവൻ എന്നോട് ശരണം തേടിയാൽ ഞാൻ അവന് അഭയം നൽകുമെന്നുള്ളതാണ്. അപ്പം നമ്മൾ കാണുന്ന കണ്ണ് അല്ലാഹും, കേൾക്കുന്ന കാത് അല്ലാഹും, പിടിക്കുന്ന കൈ അല്ലാഹും, നടക്കുന്ന കാൽ അല്ലാഹു എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താ? സൂഫികളൊക്കെ ദുർവ്യാഖ്യാനിക്കുന്ന ഹദീസാണ്. ഇതിൻ്റെ വ്യാഖ്യാനത്തിൽ പണ്ഡിതന്മാർ പറഞ്ഞത്, പിന്നെ അള്ള ഇഷ്ടമില്ലാത്തൊരു കാര്യം അയാൾ കാണൂല, അള്ള ഇഷ്ടമില്ലാത്തൊന്നും കേൾക്കൂല, അള്ള ഇഷ്ടമില്ലാത്തൊന്നും പിടിക്കുകയോ എടുക്കുകയോ ചെയ്യൂല, അള്ള ഇഷ്ടമില്ലാത്തൊരു ഭാഗത്തേക്ക് അയാൾ നടക്കുകയോ ഒന്നും ചെയ്യുകയില്ല. എല്ലാ അവയവങ്ങളും റബ്ബിൻ്റെ പ്രീതിക്ക് വേണ്ടി മാത്രം എന്ത് ചെയ്യുള്ളൂ, പിന്നെ അയാൾ ചലിപ്പിക്കൂ. അങ്ങനെ ആവണമെങ്കിൽ എന്ത് ചെയ്യണം? അള്ള ഇഷ്ടപ്പെടണം. അള്ള ഇഷ്ടപ്പെടണമെങ്കിൽ ഫർലായ കാര്യങ്ങൾക്കുപരി ഐച്ഛികമായ കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം? ചെയ്യുക എന്നുള്ളതാണ്. സ്വഹീഹുൽ ബുഖാരിയിലെ 6512 ഹദീസ്. അടുത്തൊരു കാര്യം, അള്ളാഹുവിൽ നമ്മൾ എന്ത് ചെയ്യുക? തവക്കുലാക്കുക. അള്ളാഹുവിൽ നമ്മൾ തവക്കുലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൈദാ അസംത ഫതവക്കൽ അലല്ലാഹ്, നീ ഒരു കാര്യം തീരുമാനിച്ചാൽ നീ അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. ഒരു കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ ടെൻഷൻ അടിക്കണ്ട. മീറ്റിംഗ് കൂടിയോ നമ്മൾ ചർച്ച ചെയ്ത് തീരുമാനിച്ച സംഗതിയാണെങ്കിൽ പിന്നെ എങ്ങനെ എന്ത് ചെയ്യണ്ട? ചിന്തിച്ചിട്ട് തല പുണ്ണാക്കണ്ട. അള്ളാഹിനോട് ഏൽപ്പിക്കുക. അള്ള എന്ത് ചെയ്യോ? ഹജ്ജിനോ നമ്മൾ തീരുമാനിച്ചു, പൈസ കൊടുത്തു, അല്ലേ? ഏത് നിമിഷവും നമ്മുടെ യാത്രേൻ്റെ തീയതി അറിയിക്കപ്പെടും. പിന്നെ എങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഞാൻ ഇടങ്ങറാണ്ട് അള്ളാഹ് നമ്മൾ വരമേൽപ്പിച്ചില്ലേ, അള്ള എന്ത് ചെയ്തോളൂ, നമ്മളെ സഹായിക്കും. അപ്പം ഏത് വിഷയത്തിലാണെങ്കിലും ഫൈദ അസംത ഫതവക്കൽ അലല്ലാഹ് ഇന്നല്ലാഹ യുഹിബ്ബുൽ മുതവക്കിലീൻ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുന്നത് അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. സൂറത്ത് ആല ഇമ്രാനിൻ്റെ 159 ആയത്താണ്. നമ്മൾ ആലോചിച്ച് നോക്കുക, എല്ലാത്തിനും കഴിവുള്ള, നമ്മുടെ എല്ലാ പ്രയാസങ്ങളും എല്ലാവരെക്കാളും കൃത്യമായിട്ട് അറിയുന്ന റബ്ബിലല്ലേ നമ്മൾ ഏൽപ്പിച്ചിട്ടുള്ളത്. പിന്നെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മുടെ വീട് പൂട്ടിപ്പോകുമ്പോൾ വിശ്വസ്തനായ, ഒരിക്കലും വഞ്ചിക്കുകയില്ലെന്ന് ഉറപ്പുള്ള അയൽവാസിൻ്റെ വീട്ടിൽ താക്കോലെടുക്കാൻ നമുക്ക് പേടിയുണ്ടോ? ഇല്ല. നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, നമ്മുടെ മാതാപിതാക്കളുടെ അടുക്കൽ ശ്രദ്ധിക്കുക, നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പുറത്തിറങ്ങുമ്പോൾ, വിദേശത്തേക്കോ മറ്റോ പോകുമ്പോൾ, നമ്മൾ നൊന്ത് പ്രസവിച്ച ഉമ്മ, അതുപോലെ തന്നെ നമ്മുടെ ഉപ്പ, നമ്മുടെ മാതാപിതാക്കളുടെ അടുക്കൽ നമ്മുടെ മക്കളാക്കി പോകാൻ നമുക്ക് വല്ല പേടിയുണ്ടോ? നമ്മൾ നോക്കുന്നതിനേക്കാൾ ഉഷാറായാലും നോക്കും.
അത്രയും ധൈര്യമല്ലേ? എന്നാൽ അള്ളാഹുൽ തവക്കുലാക്കാൻ ഇതിനേക്കാൾ വലിയ ധൈര്യ വിശ്വാസിക്കുണ്ടാവേണ്ടത്. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ എന്ന് പറഞ്ഞ് അള്ളാഹുവിൽ തവക്കുലാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ നമുക്ക് പേടിക്കേണ്ടതില്ല. അതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചെയ്തത്. ഭാര്യ ഹാജറിനെയും മകൻ ഇസ്മായിൽ എന്ന കുട്ടിയെയും ആരോരുമില്ലാത്ത വിജനമായ ഭൂമിയിൽ ഉപേക്ഷിച്ചു പോരുകയാണ്. യാ ഇബ്രാഹിം അയ്ന തദ്ഹബ്, ഓ ഇബ്രാഹിം നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത് ചോദിക്കുന്നുണ്ട് ഭാര്യ ഹാജർ. തിരിഞ്ഞു നോക്കാതെ സങ്കടപ്പെട്ട് അദ്ദേഹം തിരിഞ്ഞു പോകുമ്പോൾ അദ്ദേഹത്തിനോട് പിന്നെ ചോദിക്കാണ്, അല്ലാഹുല്ലദീ അമറക ഹാദാ, അള്ളയാണ് നിങ്ങളോട് കൽപ്പിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഇബ്രാഹിം നബി എന്ത് പറയണ്ടേ? അള്ളയാണ് കൽപ്പിച്ചത്. അപ്പോൾ അവർ പറയണെന്ത്? എങ്കിൽ അള്ള ഞങ്ങളെ കൈവിടൂല. ഉണ്ടോ? അതാണ് തവക്കുൽ എന്ന് പറഞ്ഞാൽ. അതാണെന്ത്? മഗ്‌രിബിന് ശേഷം ഇശാന് പള്ളിക്ക് പോകുമ്പോൾ ഭാര്യനെ വീട്ടിലാക്കി പോകാൻ പോലും പലർക്കും എന്താണ്, 10 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ വരും. മനസ്സിലാവുണ്ടോ? എന്നാൽ പോലും പലർക്കും എന്താണ്, ക്ലാസ്സിന് വരാൻ എന്താ, ഓളൊറ്റക്കാണ്, അങ്ങ് മൂപ്പര് ഒറ്റക്കാണ്. ഒന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരെണ്ണ പറയും നിങ്ങൾ പോയിക്കോളിയത്, എന്നാലും എന്തെയില്ല ഞാൻ പോയാൽ ശരിയല്ല, ഒറ്റക്കല്ല അവിടെ വെക്കും. നമ്മൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മക്കളൊന്ന് ദീൻ്റെ വിഷയത്തിൽ ഒന്ന് പഠിക്കാൻ വേണ്ടി പറഞ്ഞേക്കാനോ, ഒരു ക്ലാസ്സിന് പറഞ്ഞേക്കാനോ, മീറ്റിങ്ങിന് പറഞ്ഞേക്കാനോ, ഓരെ കാണാൻ നമുക്ക് ബേജാറാണെങ്കിൽ ഇബ്രാഹിം നബിയുടെ ചരിത്രത്തിൽ നമ്മൾ എന്തിനാണ് വായിക്കണത്, എന്തിനാണ് പഠിക്കണത്? അള്ളാഹുൽ തവക്കുലാക്ക്, അള്ളാഹു എന്ത് ചെയ്യും? നമ്മളെ സഹായിക്കും. അള്ളാഹിൻ്റെ പ്രത്യേകമായ സംരക്ഷണം കിട്ടും. അതുപോലെ തന്നെ ക്ഷമിക്കുക. വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ക്ഷമിക്കുന്നവർ അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. സൂറത്തു ആല ഇമ്രാനിൻ്റെ 147-ാമത്തെ ആയത്ത്. പ്രധാനമായിട്ട് 3 ക്ഷമയുള്ളത്. ആല ഇമ്രാനിലെ ആയത്ത് 159, 159 ആദ്യം പറഞ്ഞത്. ഇത് സൂറത്തു ആല ഇമ്രാനിൻ്റെ 146-ാമത്തെ ആയത്ത്. വല്ലാഹു യുഹിബ്ബു സ്വാബിരീൻ, ക്ഷമാലിക്കൾ അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. 3 കാര്യമാണ് അതിലുള്ളത്. ഒന്ന്, അസ്സബ്റു ഫീ ത്വാഅത്തില്ലാ, അള്ളാഹു സുബ്ഹാനഹു തആലയെ അനുസരിക്കുന്ന വിഷയത്തിൽ എന്ത് വേണം? ക്ഷമ വേണം. നമുക്കറിയാം അമൽ ചെയ്യാൻ നല്ല ത്യാഗവും ക്ഷമയും വേണം. ഒരാൾക്ക് രാത്രി സ്കരിക്കണമെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം. ഖുർആൻ ഓതണമെങ്കിൽ എന്ത് വേണം? ക്ഷമ വേണം. എല്ലാ നന്മ ചെയ്യണം. ഇപ്പോൾ നോമ്പ് നോൽക്കണമെങ്കിൽ എന്ത് വേണം? അല്ലേ, സഹിക്കണം, ക്ഷമിക്കണം. എല്ലാ ഹജ്ജാണെങ്കിലും ഏത് ഇബാദത്താണെങ്കിലും അതിൻ്റെ ക്ഷമ അനിവാര്യമാണ്. 2, അസ്സബ്റു അൻ മഅസിയത്തില്ലാ, തിന്മയെന്ന് വിട്ടു നിൽക്കണമെങ്കിൽ എന്ത് വേണം? കാരണം പിശാചും അവൻ്റെ അനുയായികളൊക്കെ ഇങ്ങനെ തിന്മയിലേക്ക് ഇങ്ങനെ പിടിച്ചു വലിക്കാൻ തയ്യും, ശ്രമിച്ചുകൊണ്ടേയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ ഉദാഹരണം, ഒരു ചെറുപ്പക്കാരൻ താടി വെച്ചാൽ പറയും, ചില വല്യമാരൊക്കെ പറയുന്നത്, ഇതിപ്പോൾ തന്നെ വേസന്മാരെ പോലെ നടക്കണ്ട, അത് പഠിച്ചാളെ. ഇങ്ങനെ പലരും എന്ത് ചെയ്യും, എന്താ പറഞ്ഞ താടിൻ്റെ കോലോ ആടിൻ്റെ മാതിരി ഉണ്ടല്ലോ എന്നൊക്കെ ഓരോരുത്തരും ഇങ്ങനെ പരിഹസിക്കുമ്പോൾ, അപ്പോൾ എന്നാൽ പോയി പഠിക്കാമെന്ന് വിചാരിച്ചെന്തായി? ക്ഷമ അവിടെ എന്ത് ചെയ്തു? അല്ല, പെൺകുട്ടികളോട് പറയും, എന്താ ഈ തള്ളാരമായി നടക്കണത്, ഇപ്പം തന്നെ വല്യമ്മൊന്നും ആവണ്ട, പിന്നെ എപ്പോഴാണ് ആവേണ്ടത്? മരിച്ചതിന് ശേഷം. നമ്മൾ ആലോചിച്ച് നോക്കുക, ദീനനുസരിച്ച് ജീവിക്കുമ്പോൾ പല നിലക്ക് ഇങ്ങനെ എന്ത് ചെയ്യും, പരിഹാസങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അവിടെ ക്ഷമിച്ച് നിൽക്കാൻ നമുക്ക് എന്ത് ചെയ്യണോ? നമ്മുടെ കൂട്ടുകാർ തിന്മകളിലേക്ക് നമ്മളെ മാടി വിളിക്കും, ഹറാമുകളിലേക്ക് വിളിക്കും. അപ്പോൾ അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. ചിലപ്പോൾ പരദൂഷണം പറയാൻ ഇങ്ങനെ മുട്ടും, പരദൂഷണങ്ങൾ അവിടെ നാവിൻ്റെ പെടുത്തിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യരുത്? എല്ലാവരും അവരുടെ സംഭാവന നൽകുന്നുണ്ട്, ഒരാളെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ നമ്മളെ വക എന്ത് ചെയ്യുക? കുറച്ച് പറയാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാവും, പക്ഷെ പറയരുത്. ചില ആൾക്കാരെ ക്ഷമ എങ്ങനെ അറിയോ? കുറേ അങ്ങോട്ട് പറയും, എന്നിട്ട് പറയും, ഇനി എന്നെ കൊണ്ട് അധികം ഒന്നും പറയിപ്പിക്കണ്ട, ഇനി പറഞ്ഞാൽ പരദൂഷണമായി പോവും. പരണ്ടൊക്കെ പറഞ്ഞ് കഴിഞ്ഞിരിക്കണം, എന്നാണ് പറഞ്ഞത്. ഇനി പറയേണ്ടത്, ചില ആൾക്കാരല്ലേ ഞാൻ ഉള്ളതല്ലേ പറഞ്ഞിട്ടുള്ളൂ, ഇടയ്ക്കൊക്കെ ഓരോന്ന് പറഞ്ഞു, ഞാൻ പറയില്ല കേട്ടോ, എന്നാൽ നിങ്ങൾ അവിടെ പോയപ്പോൾ അങ്ങനെ ചെയ്തില്ല, അത് ഞാൻ പറഞ്ഞില്ല കേട്ടോ, ഞാനായിട്ടാണ് ക്ഷമിക്കണമെന്നൊക്കെ എന്ത് ചെയ്യുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയും ചെയ്യും. അവിടെ പരദൂഷണം കേൾക്കാനോ പറയാനോ പാടില്ല. പരദൂഷണം പറയണ പെട്ടെന്ന് ഞാൻ പോകുമെന്ന് പറഞ്ഞുകൊണ്ട് പോന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു തിന്മയിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. എല്ലാ നിലക്കും നാവിലെ, കണ്ണിനെ, കാതിനെ എല്ലാം നിയന്ത്രിക്കാൻ നമുക്ക് എന്ത് വേണം? ക്ഷമ വേണം. പിന്നെ 3-മത്തത് അസ്സബ്റു ഫി അഖ്ദാരില്ല, അഖ്ദാരില്ല, അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങളിൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം. പരീക്ഷണങ്ങൾ പല നിലക്ക് കടന്നു വരും. അത് സാമ്പത്തികമായ നഷ്ടമാവാം, മക്കളെ മരണമാകാം, അല്ലെങ്കിൽ കുടുംബത്തിലെ മറ്റുള്ളവരുടെ മരണമായിരിക്കാം, അല്ലെങ്കിൽ ബിസിനസ്സിലെ തകർച്ചയായിരിക്കാം,
അല്ലെങ്കിൽ പേടി കൊണ്ടുള്ള പരീക്ഷണമായിരിക്കാം, പരിഹാസമായിരിക്കാം. ഇങ്ങനെ പല നിലക്കുമുള്ള പരീക്ഷണങ്ങൾ നമുക്കിങ്ങനെ കടന്നു വരുമ്പോഴും അവിടെ അള്ളാഹ് പറഞ്ഞ പോലെ വബശ്ശിരി സ്വാബിരീൻ, ക്ഷമാലുക്കൾക്ക് എന്ത് ചെയ്യുക? സന്തോഷവാർത്ത അറിയിക്കുക. രോഗം വരുമ്പോൾ അള്ളാനെ മറന്ന രൂപത്തിൽ എന്ത് ചെയ്യരുത്? സംസാരിക്കരുത്. എന്താ ഇപ്പം എനിക്ക് മാത്രം ഇങ്ങനെ എന്നെന്ത് ചെയ്യരുത്? അയ്യൂബ് നബിക്ക് 18 കൊല്ലം രോഗം ഉണ്ടായി. അദ്ദേഹം പറഞ്ഞെന്താ? അന്നീ മസ്സനിയദ്ദുറു വ അൻത അർഹമുർ റാഹിമീൻ, അള്ളാഹു എനിക്ക് പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ ആകട്ടെ കരുണ ചെയ്യുന്നവരിൽ ഏറ്റവും നന്നായി കരുണ ചെയ്യുന്നവനാണല്ലോ. നമ്മളോ ഒരാഴ്ച പനിച്ച നമ്മൾ ബേജാറായി. ഡോക്ടർ പറഞ്ഞ് വേറെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി വെക്കേണ്ടിരുന്നു പറഞ്ഞ് അഡ്മിറ്റാക്കി. എന്നിട്ട് പനി മാറിയില്ലെങ്കിൽ, രോഗം മാറിയില്ലെങ്കിൽ നമ്മളെന്ത് ചെയ്തു? എന്താ എനിക്ക് മാത്രം ഇങ്ങനെ? നമ്മളെന്ത് ചെയ്യുന്നു? ഇത് 18 കൊല്ലം രോഗമായിട്ടും എന്ത് ചെയ്യണില്ല? പ്രതീക്ഷ കൈവിടുന്നില്ല. മക്കൾ മരിക്കുന്നുണ്ട്, ഒരു ഭാഗത്ത് സമ്പത്ത് നശിക്കുന്നുണ്ട്, എല്ലാവരും അകന്നു പോകുന്നുണ്ട്, ഭാര്യ മാത്രമാണ് കൂടെ ഉള്ളത്. എന്നിട്ടും അവിടെ അള്ളാഹു നീ അങ്ങേയറ്റം കരുണ ചെയ്യുന്നവനാണല്ലോ എന്ന നല്ല വാക്ക് അള്ളാഹിനെ പറ്റി എന്ത് ചെയ്യുന്നു? അപ്പം എപ്പോഴും നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കേണ്ട ഒരു കാര്യമാണ് എന്ത്? താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ നല്ലോണം രക്ഷ തരണം. എന്താ രക്ഷ തരാനുള്ളൊരു കാരണം? ചില പരീക്ഷണങ്ങൾ വന്ന ചില ആൾക്കാർ മുർത്തതായി പോവും. ഇസ്ലാമിന് എന്ത് ചെയ്യും? യുദ്ധത്തിലൊരാളിങ്ങനെ ശത്രുക്കളുമായി പോരടിക്കുകയാണ്. അപ്പം നബി വഹീൻ്റെ അടിസ്ഥാനത്ത് പറഞ്ഞു അയാൾ നരകത്ത് പോകുമെന്ന് പറഞ്ഞു. നബി പറഞ്ഞുകൊണ്ടല്ല അയാൾ നരകത്ത് പോകണം, മറിച്ച് അയാൾ ഇനി എന്താ ചെയ്യാൻ പോകണമെന്ന് ആർക്കറിയാം? അള്ളാഹ്ക്കറിയാം. അള്ളാഹ് നബിക്ക് വഹിയായിട്ട് അറിയിച്ചു കൊടുത്തപ്പോൾ നബി പറഞ്ഞു അയാൾ നരകത്തിലാ. സ്വഹാബത്ത് അയാളങ്ങനെ നോക്കി നിൽക്കുകയാണ്. അങ്ങനെ വെട്ടേറ്റ് ആ വേദനയിൽ പുളയുന്ന അയാൾ അവസാനം വാള് നിലത്ത് കുത്തിയിട്ട് അയിമയ്ക്ക് ചാടിയിട്ട് എന്ത് ചെയ്തു? ആത്മഹത്യ ചെയ്തു. അങ്ങനെ മരണപ്പെടുകയാണ് ചെയ്യണത്. ഒരു പക്ഷെ ഒരു കുറച്ച് സമയം കൂടി അയാൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾ ആരാവുമായിരുന്നു? ഷഹീദാവുമായിരുന്നു. പക്ഷെ ക്ഷമ നഷ്ടപ്പെട്ടു പോയി. മനസ്സിലാവുണ്ട്? അപ്പം രോഗങ്ങളൊക്കെ വരുമ്പോൾ അള്ളാഹിനെ പറ്റി മോശമായത് സംസാരിക്കുന്ന അവസ്ഥ ഉണ്ടാവരുത്. ഇതൊക്കെ അള്ളാഹു എനിക്കൊരു ഹൈർ നിശ്ചയിച്ചതാണെന്ന് എന്ത് ചെയ്യുക? എന്ത് രോഗം ഉണ്ടെങ്കിലും പരീക്ഷ ഉണ്ടെങ്കിലും പ്രവാചകന്മാരാണ് ഏറ്റവും അധികം പരീക്ഷിക്കപ്പെട്ടത്. ഇപ്പം നബിക്കുകൾ അയച്ചുക്കണി. ഖദീജ റളിയല്ലാഹു മരണപ്പെട്ടു, എൻ്റെ ജീവിതകാലത്ത് മരണപ്പെട്ടത്. ഫാത്തിമ റളിയല്ലാഹു അൻഹ അല്ലാത്ത മുഴുവൻ മക്കളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിക്കുന്ന കാലത്താണ് മരണപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഉപ്പാനെ കണ്ടിട്ട് പോലുമില്ല. 6-ാമത്തെ വയസ്സിൽ ഉമ്മ മരിച്ചു, 8-ാമത്തെ വയസ്സിൽ വല്ലിപ്പ മരിച്ചു. ഇങ്ങനെ പല നിലക്കും പരീക്ഷണങ്ങൾ ഉണ്ടായി. അൽ അമീൻ എന്ന് വിളിക്കുന്ന അതേ ആൾക്കാർ തന്നെ ഭ്രാന്തൻ, സാഹിർ എന്നൊക്കെ എന്ത് ചെയ്തു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു. മക്കയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? പുറത്താക്കപ്പെട്ടു, മദീനയിലേക്ക് ഹിജറ പോകേണ്ടി വന്നു. അതുപോലെ തന്നെ പല നിലക്കുള്ള പരീക്ഷണങ്ങളുണ്ടായി. ത്വായിഫിൽ നിന്ന് കല്ലേറ് കൊണ്ടു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പലപ്പോഴും വളരെ പ്രയാസകരമായ രോഗം വന്നിട്ടുണ്ട്. ഉഹുദിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരുപാട് നിലക്ക് എന്ത് ചെയ്തു? പരീക്ഷിക്കപ്പെട്ടു. സ്വന്തം ഭാര്യ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി വ്യഭിചാരോപണമുണ്ടായി. അവിടെയൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാതെ മാനസികമായി പ്രയാസപ്പെട്ടിട്ടുണ്ട്. ഇങ്ങനെ പല നിലക്കുള്ള പ്രയാസങ്ങൾ ഉണ്ടായിട്ടും ഓരോ പരീക്ഷണം വരുമ്പോഴും അള്ളാഹുവിലേക്ക് എന്ത് ചെയ്തു? കൂടുതൽ എന്ത് ചെയ്തു? അടുത്തു. പലപ്പോഴും ആൾക്കാർ പരീക്ഷണം വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ദീനിന്ന് അകലുന്നു. അങ്ങനെ ഉണ്ടാവരുത്. പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന മറ്റൊരു വിഭാഗമാണ് നീതി പാലിക്കുന്നവർ. അള്ളാഹു എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു. ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നീതി പാലിക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. വഅഖ്സിതു ഇന്നല്ലാഹ യുഹിബ്ബുൽ മുഖ്സിതീൻ, നിങ്ങൾ നീതി പാലിക്കുക, അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു. സൂറത്തുൽ മാഇദയിലെ 42-ാമത്തെ ആയത്ത്, സൂറത്തുൽ മുംതഹനയിലെ 8-ാമത്തെ ആയത്ത്, സൂറത്തുൽ ഹുജറാത്തിലെ 9-ാമത്തെ ആയത്ത്. ഈ നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ ഒരു രാജാവാണെങ്കിൽ പ്രജകൾക്കിടയിൽ എന്ത് ചെയ്യണം? നീതി പാലിക്കണം. മാതാപിതാക്കൾ മക്കൾക്കിടയിൽ എന്ത് ചെയ്യണം? നീതി പാലിക്കണം. നീതി പാലിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരേപോലെ കൊടുക്കുക എന്നുള്ളതല്ല നീതി. ശ്രദ്ധിക്കണം. എല്ലാവർക്കും ഒരേപോലെ കൊടുക്കലല്ല എന്ത്? നീതി. അപ്പം നമുക്കറിയാം, 1 വയസ്സായ കുട്ടി കൊടുക്കുന്ന ഫുഡല്ല 10 വയസ്സായ കുട്ടിക്ക് നമ്മൾ കൊടുക്കുക. 1-ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിക്ക് 500 റുപ്യ 1000 റുപ്യ കയ്യിൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ചിലപ്പോൾ +2 പഠിക്കുന്ന കുട്ടികൾ ഇപ്പോൾ എന്ത് വാങ്ങാനുള്ള ആവശ്യം ഉണ്ടാവും. അപ്പോൾ മക്കളോടുള്ള കടമകൾ കൃത്യമായി നിർവഹിക്കുക. ഇനി സ്വത്തും മറ്റും കൊടുക്കുമ്പോൾ ഒരാൾക്ക് കുറേ കൊടുക്കുക, മറ്റൊരാൾക്ക് കുറച്ച് കൊടുക്കുന്നത് പാടില്ല. നുഅ്മാൻ ഇബ്നു ബഷീർ റളിയല്ലാഹു അൻഹു പറയാണ്, എൻ്റെ ഉപ്പ മറ്റു മക്കൾക്ക് നൽകാത്ത സ്വത്ത് എനിക്ക് നൽകി. അങ്ങനെ എൻ്റെ ഉമ്മ എന്ത് ചെയ്യണില്ല? അംഗീകരിക്കുന്നില്ല. എൻ്റെ ഉമ്മ എന്താ പറഞ്ഞത് വെച്ചാൽ,
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അംഗീകരിച്ചാൽ ഞാൻ അംഗീകരിക്കും, അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും അങ്ങനെ ഈ ബഷീർ റളിയല്ലാഹു അൻഹുവിനെ നബിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ചോദിച്ചു, നിങ്ങളെല്ലാ മക്കൾക്കും ഇതുപോലെ കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചു. നിങ്ങളെല്ലാ മക്കൾക്കും ഇതുപോലെ? അപ്പം അദ്ദേഹം പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. എന്നാൽ എന്ത് ചെയ്തോ, എല്ലാവർക്കും ഒന്നിക്ക് കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഈ കൊടുത്തത് എന്ത് ചെയ്യുക, തിരിച്ചു വാങ്ങുക. അപ്പം ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ഇപ്പം ചില സ്ഥലങ്ങളിലൊക്കെ ചെറിയ മക്കൾക്ക് വീടെടുക്കും. കൊടുക്കുകയാണെങ്കിലും ബാക്കിയുള്ളവർ അംഗീകരിക്കണം. അതിൻ്റെ അവകാശം മറ്റുള്ളവർക്ക് എന്ത് ചെയ്യണോ, കൊടുക്കണം. കാരണം ചെറിയ മകനാണ് എന്നതുകൊണ്ട് കൂടുതൽ പരിഗണന ഇസ്ലാമിൽ ഇല്ല. അപ്പോൾ നമ്മൾ ഗൗരവമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യമാണ്. മക്കൾക്കിടയിൽ എന്ത് വേണം, നീതി പാലിക്കണം. ചിലപ്പം പെൺകുട്ടികളെ കെട്ടിക്കുമ്പോൾ കുറേ സ്വത്തൊക്കെ കൊടുത്തിട്ടുണ്ടാവും, കുറേ പണ്ടവും പറമ്പും പൈസ ഒക്കെ ചിലപ്പോൾ കൊടുത്തിട്ടുണ്ടാവും. ചിലപ്പോൾ ഈ പെൺകുട്ടിനെ കഷ്ടപ്പെട്ട് കെട്ടിച്ചത് ചിലപ്പോൾ അവൻ്റെ ആങ്ങളായിരിക്കും. അയാളിപ്പോൾ ഒന്ന് കടക്കണിയിലാവും ജീവിക്കുന്നുണ്ടാവുക. അവിടെ ഒന്നും ഇസ്ലാമികമായി ന്യായീകരിക്കാൻ നമുക്ക് കഴിയില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായോ? മക്കൾക്കിടയിൽ എന്ത് വേണം, നീതി പാലിക്കണം. ഒരു അധ്യാപകനാണെങ്കിൽ വിദ്യാർത്ഥികൾക്കിടയിൽ നീതി പാലിക്കണം. എല്ലാ അർത്ഥത്തിലും നീതി പാലിക്കുന്നവരാണ് അല്ലാഹു എന്ത് ചെയ്യണത്. നമ്മളിപ്പോൾ സ്വന്തം മാതാപിതാക്കൾക്കെതിരാണെങ്കിൽ പോലും നീതിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, സംസാരിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ അല്ലാഹു തആല എന്ത് ചെയ്യണത്, സൂറത്തുൻ നിസായിൽ പഠിപ്പിക്കുന്നത്. നമ്മളിപ്പോൾ സത്യം പറഞ്ഞാൽ, നീതിക്ക് വേണ്ടി ശബ്ദിച്ചാൽ നമ്മുടെ ഉമ്മയോ ഉപ്പയോ അകത്താകുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ പോലും നീതിക്കെതിരായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, സംസാരിക്കരുത് എന്ന് വരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഏറ്റവും അവസാനം സൂറത്തുൽ ഹുജറാത്തിൻ്റെ 9-ാമത്തെ ആയത്ത്. ഏറ്റവും അവസാനം സൂക്ഷ്മത പാലിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഫഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ, ഇന്നല്ലാഹ യുഹിബ്ബുൽ മുത്തഖീൻ. സൂറത്തു ആലി ഇംറാനിൻ്റെ 76-ാമത്തെ ആയത്ത്, സൂറത്തു തൗബയിലെ 4-ാമത്തെ ആയത്ത്, സൂറത്തു തൗബയിലെ 7-ാമത്തെ ആയത്ത്. മുത്തഖീങ്ങൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. എന്താ മുത്തഖീ എന്ന് പറഞ്ഞാൽ? തഖ്വ ഉള്ള ആളുകൾ. തഖ്വ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്ന ആളുകളാണ് മുത്തഖീങ്ങൾ. നബി പഠിപ്പിച്ചതുപോലെ സുന്നത്തനുസരിച്ച് കൃത്യമായ മാതൃക സ്വീകരിച്ച് അള്ളാഹിൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരാണ് മുത്തഖീങ്ങൾ. അതുപോലെ തന്നെ അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയിൽ നിന്ന് വിട്ടു നിൽക്കുകയും ചെയ്യുക എന്നുള്ളതാണ് എന്ത്, തഖ്വ എന്ന് പറഞ്ഞാൽ. കൂടുതൽ നന്മകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ പോലും അള്ളാഹിനെ ഭയപ്പെട്ടുകൊണ്ട് തിന്മയെ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അതാണ് തഖ്വയുടെ ഏറ്റവും വലിയ അടയാളം. ഒരാൾ കുറേ നന്മയും ചെയ്യുന്നുണ്ട്, കുറേ തിന്മയും ചെയ്യണമെങ്കിൽ അയാൾ മുത്തഖിയല്ല. കാരണം അയാൾ അള്ളാഹിനെ ഭയപ്പെട്ടിട്ട് തിന്മയെന്ന് അയാൾ എന്ത് ചെയ്യുന്നില്ല, മാറി നിൽക്കുന്നില്ല. മറിച്ച് അള്ളാഹിനെ ഭയപ്പെട്ട് അള്ളാഹ് തന്നെ കാണുന്നു എന്ന പേടിയോടുകൂടി, ആ ഒരു ബോധത്തോടുകൂടി ജീവിതം ക്രമീകരിക്കുന്നവനാണ് ആര്, മുത്തഖി എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുത്തഖിയ എന്ന് പറഞ്ഞാൽ. അങ്ങനെയുള്ള മുത്തഖീങ്ങളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നു. അള്ളാഹ് പറഞ്ഞെന്താ, ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും, നിങ്ങളിൽ ഏറ്റവും ആദരണീയൻ, അള്ളാഹിൻ്റെ അടുക്കൽ ഏറ്റവും വലിയ സ്ഥാനമുള്ളത്, ഏറ്റവും അധികം തഖ്വയുള്ള ആളുകൾക്കാകുന്നു. തഖ്വ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? അത്തഖ്വ ഹാഉന. നബി പറഞ്ഞ തഖ്വ എവിടെയാണ്? ഹൃദയത്തിലാണ്. ഇപ്പം ചില ആൾക്കാർ ഇത് പറഞ്ഞിട്ട് പറയും തഖ്വ മനസ്സിലാണ്, അതുകൊണ്ട് വേഷം കോലൊന്നൊരു പ്രശ്നമല്ല. അള്ളാഹ് എടുക്കാൻ നോക്കൽ ഹൃദയത്തിലേക്കാണ് നോക്കുക. എന്നാൽ ചില ഹദീസുള്ളത് വലാകിൻ യൻദുറു ഇലാ ഖുലൂബിക്കും വ അമാലിക്കും, നിങ്ങളുടെ പ്രവർത്തനത്തിലേക്ക് എന്ത് ചെയ്യും, നോക്കും. ഹൃദയത്തിലേക്ക് മാത്രമല്ല നോക്കുക. പിന്നെ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ചില ആൾക്കാർ പറയും താടിയൊന്നും വെക്കേണ്ടതില്ല, കാരണം ഹൃദയത്തിലേക്കാണ് ആര് നോക്കുന്നത്. വലിയ തട്ടിടണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ ഇസ്ലാമിക വേഷം ധരിക്കണമെന്നൊന്നുമില്ല. ഞാൻ ഈ കോലക്കണെങ്കിൽ എൻ്റെ മനസ്സ് ആർക്കറിയാം. അതിന് പണ്ഡിതന്മാർ പറഞ്ഞൊരു കാര്യം, ഒരാൾ നല്ലവനാണെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. ഉദാഹരണത്തിന് ഒരാൾ ഇസ്ലാമിൻ്റെ വേഷമൊക്കെ ധരിച്ച് പ്രത്യക്ഷത്തിൽ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കണ്ടാലും അയാൾ അല്ലെങ്കിൽ അവൾ നല്ലവളാണോ അല്ലെങ്കിൽ നല്ലവനാണോ നമുക്ക് ഉറപ്പിക്കാൻ കഴിയില്ല. എന്നാൽ ഒരാൾ പരസ്യമായി തന്നെ ഇസ്ലാം കൽപ്പിച്ച കാര്യങ്ങളെ എതിർത്തുകൊണ്ട് ജീവിക്കുന്ന ആളാണെങ്കിൽ, അല്ലെങ്കിൽ പാലിക്കാത്ത വ്യക്തിയാണെങ്കിൽ, ആ വിഷയത്തിൽ അയാൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. ഇതുപോലെ ഇപ്പോൾ ഒരു സ്ത്രീ അള്ളാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ച വേഷം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും അവൾ മോശമായ വസ്ത്രം ധരിച്ച് നടക്കുന്നുണ്ടെങ്കിൽ ആ പുണ്യനാ വിഷയത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, അവർ ഹറാമാണ് ചെയ്യണത്. അപ്പം ഈ ഹൃദയത്തിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. എന്താണ്, അവളെ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നത് അവർ ദീനിന് എതിരായിട്ടാണ്. ഒരാൾ മദ്യപിക്കുന്നുണ്ടെങ്കിൽ എൻ്റെ മനസ്സിൽ നല്ല ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അയാൾ പ്രത്യക്ഷത്തിൽ തന്നെ ചെയ്യണം എന്താണ്, തിന്മയാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് തഖ്വ എന്ന് പറഞ്ഞാൽ ഹൃദയത്തിലാണെങ്കിലും ജീവിതത്തിൽ അതിൻ്റെ എല്ലാ രംഗത്തും ആ തഖ്വ
നിയലിച്ച് നിൽക്കേണ്ടതുണ്ട്. നമ്മുടെ ജീവിത സംസ്കാരം, സംസാര രീതി, നിസ്കരിക്കുന്ന രൂപം, അതുപോലെ തന്നെ നമ്മുടെ നടത്തം, വേഷവിധാനങ്ങൾ, ഭക്ഷണം കഴിക്കുന്ന സന്ദർഭം, കുടുംബരംഗത്തുള്ള നമ്മുടെ ഇടപെടലുകൾ, എല്ലാ രംഗത്തും തഖ്വ അനുസരിച്ച് അള്ളാഹു പഠിപ്പിച്ച പോലെ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ സൂക്ഷ്മതയോടുകൂടി ജീവിക്കുക എന്നുള്ളതാണ്. അങ്ങനെ മുത്തഖീങ്ങളായ ആളുകളാണ് നമ്മളെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു തആല മുത്തഖീങ്ങൾ എന്ത് ചെയ്യുന്നു? ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. വേറെയും ഒരുപാട് വിഷയങ്ങളുണ്ട്. ചുരുക്കി പറഞ്ഞാൽ നന്മകൾ ചെയ്യുന്ന, തിന്മകളിൽ നിന്ന് വിട്ടു നിൽക്കുന്ന ആളുകൾ അള്ളാഹ്ക്ക് എന്താണ്? ഇഷ്ടമാണ്. ഏതൊരു നന്മ ചെയ്യുമ്പോഴും നമ്മൾ അള്ളാഹുവിലേക്ക് അടുക്കുകയാണ്, സ്വർഗത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. നരകത്തിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാണ്? അകലെയാണ്. നമ്മൾ നന്മ ചെയ്യുമ്പോൾ ശൈത്താനാണ് അത് വെറുപ്പുള്ളത്. എന്നാൽ തിന്മ ചെയ്യുമ്പോഴോ, ഏതൊരു തിന്മ നമ്മൾ ചെയ്യുകയാണെങ്കിലും, ഒരു ചെറിയ തിന്മയാണെങ്കിൽ പോലും ഏറ്റവും വലിയവനായ റബ്ബിനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ധിക്കരിക്കുന്നത്. അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഒക്കെ കഠിന ശത്രുവായ ശൈത്താനാണ് നമ്മൾ പ്രീതിപ്പെടുത്തുന്നത്. ശൈത്താനാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഇഷ്ടപ്പെടുത്തുന്ന പ്രവർത്തനം ചെയ്യുന്നത്. അതുകൊണ്ട് അള്ളാഹിൻ്റെ സ്നേഹവും അള്ളാഹുവിൻ്റെ കാരുണ്യവും അവൻ്റെ സഹായവും ഇരു ലോകത്തും നമുക്ക് ലഭിക്കണമെങ്കിൽ അള്ളാഹ് പഠിപ്പിച്ചതുപോലെ നമ്മൾ എന്ത് ചെയ്യുക? ജീവിക്കുക. അള്ളാഹു സുബ്ഹാനഹു തആല അവൻ ഇഷ്ടപ്പെടുന്ന അടിമകളിൽ, അടിയാറുകളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. السلام عليكم.